Thank you, everybody. ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ. സ്ക്രീൻ ഷെയറിംഗ് കാണുന്നുണ്ടല്ലോ. യെസ്. താങ്ക് യു. One second. Okay. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് പാർട്ടിസിപ്പൻസിനെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ജസ്റ്റ് സ്ലൈഡ് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ നമ്മുടെ സൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്ലൈഡും കാണാൻ പറ്റുന്നില്ല. രണ്ടും കൂടെ മിനിമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ശരത്, ക്യാൻ യു ഹെൽപ്പ് മീ? മാം, സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ആരും കാണില്ല. മാമിന് ആ സ്ലൈഡ് മാത്രമേ കാണൂ. ഓക്കെ, നോ പ്രോബ്ലം. അത് അങ്ങനെ. ഓക്കെ. അപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്നൊരു തിരിച്ചറിവ് കിട്ടിയ ആളുകളുടെ കൂടെയാണ് ഞാൻ. ഇപ്പോൾ നിങ്ങളുടെ യാത്രയിൽ ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ, എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച് ആ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള തടസ്സങ്ങളോ ഒരു ബ്ലോക്കോ നിങ്ങൾ അനുഭവിച്ച സമയത്താണ് ഈ ഒരു ചിന്ത, ഈ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങളിൽ വന്നു ചേർന്നത്. നമുക്കറിയാം, കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള ടെക്നോളജിക്കൽ ഗ്രോത്തും സയൻസിലെ ഗ്രോത്തും എല്ലാം സംഭവിച്ച സമയത്ത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തും വളർച്ച വന്നു. പക്ഷേ ഹോസ്പിറ്റൽസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും എണ്ണം കൂടുന്നു, അതോടൊപ്പം തന്നെ രോഗികളുടെയും രോഗത്തിൻ്റെയും എണ്ണം കൂടുന്നു. പക്ഷേ മാനസിക തളർച്ച അതോടൊപ്പം തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ ട്രെയിനിങ് സെഷൻസ് ഈ കാലഘട്ടത്തിൽ നടക്കുമ്പോഴും ആളുകൾ കൂടുതൽ ആങ്ഷ്യസ് ആവാണ്, കൂടുതൽ ഉത്കണ്ഠ ആശങ്കാജനിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു പോക്ക്, ഇതിന് കാരണം എന്താണ്? അതും ഒരു തോട്ട് പ്രോസസ്സിലൂടെ ജനിക്കുന്നത് തന്നെയല്ലേ. പക്ഷേ നമ്മൾ പഴയകാലത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ദുരന്തങ്ങൾ, ഡിസാസ്റ്റേഴ്സ്, അതൊന്നല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആയിരുന്നു. ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ സുനാമി, വെള്ളപ്പൊക്കം, അമിതമായ മഴ, വിളർച്ച എല്ലാം. പക്ഷെ ഒരു മാൻമെയ്ഡ് ദുരന്തങ്ങളിൽ വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു കോമൺ ഡിസാസ്റ്ററിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ജനത. അത് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഓക്കെ, അതോടൊപ്പം വേറെ ഏതെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ് ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും ഇതിനെല്ലാം കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പുതുതായിട്ട് കേട്ടു തുടങ്ങിയൊരു വേർഡാണ് മാനസിക പിരിമുറുക്കം, അതായത് സ്ട്രെസ്, അല്ലേ? പഴയ നമ്മുടെ ഗ്രാൻഡ് പാരൻസിന് ആർക്കും തന്നെ സ്ട്രെസ്സിനെ കുറിച്ചോ അങ്ങനെയുള്ള ഒരു പരാതികളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ഈ മാനസിക പിരിമുറുക്കം എന്നുള്ളത്? നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ശക്തമായ 2 പവർഫുൾ ടൂൾസാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ഒന്ന് ശരീരം, ഒന്ന് മനസ്സ്. ഈ ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ പ്രോപ്പറായി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള അസാധ്യമായ കഴിവുകളെ, കാപ്പബിലിറ്റീസ് ആൻഡ് പൊട്ടൻഷ്യൽ, ഈ അസാധ്യമായ കഴിവുകളെ നമുക്ക് തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിൽ വിജയം വളരെ ഈസി ആയിട്ട് കൈവരിക്കാനും സാധിക്കും. പക്ഷെ ഇതിൻ്റെ എല്ലാം ബേസിക് നമ്മുടെ മനസ്സിൽ, മനസ്സിൽ തോന്നുന്ന ചിന്തകളാണ്, തോട്ട് പ്രോസസ്സ്. ആ തോട്ട് പ്രോസസ്സിന് ഫ്രീ, അതൊരു പക്ഷിയെ പോലെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ഓക്കെ, ഇറ്റ്സ് ആസ് പവർഫുൾ ആസ് എ വൈൽഡ് ഹോഴ്സ്.
ഒരു കാണ്ടാമൃഗത്തിൻ്റെ അത്രയും ശക്തിയുള്ളതാണ്. പക്ഷെ അതിനൊരു കൃത്യമായ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എനർജിനെയും പൊട്ടൻഷ്യലിനെയും നമ്മുടെ ഒരു ഏരിയയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് നേടണോ അത് നേടിയെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷേ ഈ മാനസിക പിരിമുറുക്കം കൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ എല്ലാ ചിന്തകളും ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, വാട്ട് ഈസ് സ്ട്രെസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാകെ വി ആർ വെറീഡ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ചു പഴയ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആണ്. ആൻഡ് വി ആർ വെരി ആങ്ഷ്യസ് അബൌട്ട് എ ഫ്യൂച്ചർ. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ആശങ്കയും. ഇതിൻ്റെ നടുവിൽ ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക മനസ്സ്. ബാക്കിലോട്ട് നോക്കുമ്പോൾ ഫുൾ വറീസാണ്, ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഫുൾ ആൻസൈറ്റി, ഉത്കണ്ഠ, ആശങ്ക. അപ്പോൾ നമ്മൾ അറ്റ് പ്രസൻറ്റ് എന്താ ചെയ്യേണ്ടത്, നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാൻ മറന്നു പോകണം. ഓക്കെ, ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ അനുഭവിക്കുന്ന ഒരു പിരിമുറുക്കം നമ്മളെ ബോഡി ഒന്ന് ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചു നോക്കുക. വാട്ട് ഈസ് ഹാപ്പനിങ്? ബോഡി ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളിങ്ങനെ ബോഡി ടൈറ്റൻ ചെയ്ത് റിജിഡാക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന മെസ്സേജ് കൺവേ ചെയ്യാനോ അത് പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ സേവ് ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. നമ്മളെ ബോഡി ഇങ്ങനെ ലൂസാക്കി റിലാക്സ് ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനോ എന്ത് പ്രവർത്തിക്കാനുള്ള ഒരു ആയാസം കിട്ടുള്ളൂ. പക്ഷേ ഈ പഴയ കാര്യങ്ങളുടെ കുറിച്ച് ചിന്തയും പുതിയ കാര്യങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയുടെ ഇടയ്ക്ക് നമ്മുടെ മനസ്സിങ്ങനെ ടൈറ്റായി ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൻ്റെ പിരി ലൂസായാലും മുറുകിയാലും പ്രശ്നമാണ്. ഈ മാനസിക പിരിമുറുക്കത്തിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും തരത്തിലൊരു പ്രോബ്ലംസ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇൻറ്റീരിയർ സിസ്റ്റം അത് ഫുള്ള് തകരാറിലാവാണ്. ഒരു വൈറസ് അകത്ത് കയറിയിരിക്കുകയാണ്. ഈ വൈറസ് കയറുന്നത് ഒരു സ്ട്രെസ്സിൻ്റെ രൂപത്തിലായിരിക്കും. ഏതൊരു പ്രശ്നം നമ്മൾ പറയുന്ന സമയത്തും നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒന്ന് തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാവട്ടെ, ജോലി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നു, കിട്ടിയ ജോലിയിൽ ഒരു സംതൃപ്തി ഇല്ലാതിരിക്കുക, വീട്ടിലെ ദാമ്പത്യ പ്രശ്നങ്ങളാവട്ടെ, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഫോബിയാസ് ആളുകളെ എഫക്റ്റ് ചെയ്യാണ്. അതായത് രോഗം വരുന്നുണ്ടോ എന്നുള്ളൊരു ഭയം, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്താൽ ലാൻഡ് ചെയ്യുമോ എന്നുള്ള ഭയം, എക്സാം എഴുതിയാൽ ജയിക്കുമോ എന്നുള്ള ഭയം, ബിസിനസ് തുടങ്ങിയാൽ അത് പൊട്ടുമോ എന്നുള്ള ഭയം. വിജയിക്കും എന്നൊരു അഷുറൻസ് കൊടുക്കാനുള്ളൊരു കോൺഫിഡൻസ് നമ്മളെ മനസ്സിന് കിട്ടുന്നില്ല. ഈ ഒരു സ്ട്രെസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നെഗറ്റീവ് തോട്ട്സാണ് നമ്മൾ മനസ്സിനെ കൂടുതൽ ആകുലതപ്പെടുത്തുന്നത്. ഒരു ഹ്യൂമൻ ബ്രെയിനിൽ നമ്മൾ അറിയാതെ, ഇറ്റ്സ് നോട്ട് അണ്ടർ അവർ കൺട്രോൾ, നമ്മൾ അറിയാതെ തന്നെ 60,000 തരത്തിലുള്ള ചിന്തകൾ നമ്മൾ ബ്രെയിനിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഓരോ തോട്ട് പ്രോസസ്സിനും മാക്സിമം ഒരു 5 സെക്കൻഡ് ലൈഫേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സപ്പോസ് ഇന്നലെ രാത്രി നമ്മളെ വീട്ടിൽ ഒരു രാത്രി ഒരു ഫംഗ്ഷൻ ഉണ്ടായി, ഒരു പാർട്ടി കഴിഞ്ഞ് നമ്മൾ ഫാമിലിയും ഫ്രണ്ട്സും റിലേറ്റീവ്സ് എല്ലാം പോകാൻ ലേറ്റായി. പക്ഷേ ഏർലി മോർണിംഗ് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് രാവിലെ എണീച്ച് എക്സസൈസ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കണം എന്നൊരു ചിന്തയോട് കൂടി നമ്മൾ ആസ് യൂഷ്വൽ 5 മണിക്ക് അലാം സെറ്റ് ചെയ്ത് അലാം ഇങ്ങനെ അടിക്കുന്ന സമയത്ത് വാട്ട് കംസ് ടു അവർ മൈൻഡ്? ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന സംഭവം എന്തായിരിക്കും? ഓക്കെ, ഐ ഡിഡ്ന്റ് ഗെറ്റ് എ സൗണ്ട് സ്ലീപ്പ്. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ബോഡിയുടെ എല്ലാ വൈറ്റൽ ഫങ്ഷൻസും ക്യാരി ഓവർ ചെയ്യണമെങ്കിൽ എനിക്ക് നല്ല ഉറക്കം കിട്ടണം. ഇന്നലെ എന്തുകൊണ്ടോ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, സോ ഇന്ന് ലെറ്റ് മീ സ്നൂസ്, നാളെ മുതൽ എക്സസൈസ് ചെയ്യാം എന്നൊരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരാം. പക്ഷേ വിത്തിൻ 1, 2, 3 ഈ 3 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ആ ഒരു തോട്ട് പ്രോസസ്സിനെ നമുക്ക് റീഫ്രെയിം ചെയ്തെടുക്കാം. ഓക്കെ, എക്സസൈസ് ചെയ്താലും ഐ ക്യാൻ വർക്ക്ഔട്ട്, ഐ ക്യാൻ കീപ് മൈ ബോഡി ഹെൽത്തി എന്നൊരു മെസ്സേജ് നമുക്ക് പാസ് ചെയ്യണം. ആ ഫസ്റ്റ് 3 സെക്കൻഡ്സിൽ ഒരു പോസിറ്റീവ് റീഫ്രെയിമിംഗ് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എണീച്ച് നമ്മുടെ യൂഷ്വൽ റുട്ടീനിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു തോട്ട് പ്രോസസ്സ് അത്രയും ഇൻറ്റൻസീവ് അല്ല. ഫോർ എക്സാമ്പിൾ, ഈ രാത്രി ഫംഗ്ഷൻ കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ നമ്മൾ മലേഷ്യയിലേക്കോ ഒരു ലക്ഷദ്വീപിലേക്കോ ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കൃത്യം 4 മണിക്ക് എയർപോർട്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു അലാമിൻ്റെ സഹായം പോലും ഇല്ലാതെ നമുക്ക് എയർപോർട്ടിൽ എത്തിക്കൂടെ 4 മണിയാകുമ്പം? യെസ് ഓർ നോ? എഗ്രി ഓർ നോട്ട്? കാരണം നമ്മൾ കൃത്യം 4 മണിക്ക് എയർപോർട്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ നമുക്കവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ടിക്കറ്റിന് പേ ചെയ്തിട്ടുണ്ട്, നമ്മളെ ഫ്രണ്ട്സ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കാലത്ത് എണീച്ച് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് വേസ്റ്റ് ആവും, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് വേസ്റ്റ് ആവും. അവിടെ നമ്മളെ തോട്ട് പ്രോസസ്സ് ഇറ്റ് ഈസ് വെരി ഇൻറ്റൻസീവ്, ഭയങ്കര ആഴമേറിയതും തീവ്രമായുമായ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് അലാമിൻ്റെ സഹായം പോലും ഇല്ലാതെ നമുക്ക് കറക്റ്റ് സമയത്ത് എണീച്ച് നമുക്ക് എയർപോർട്ടിൽ എത്താൻ സാധിക്കും. ആ ഒരു എക്സ്ട്രാ എനർജി ലെവൽ പോലും നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ എനർജി ലെവൽ ഇറ്റ് കംസ് ഫ്രം എ തോട്ട് പ്രോസസ്സ്. അത് നമുക്ക്
നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ദ സിറ്റുവേഷൻ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായതുപോലെ നമുക്ക് തോന്നും. നമ്മുടെ ഉള്ളിലുള്ള എനർജി ലെവൽ അതിനു വേണ്ടി വൈബ്രേറ്റ് ചെയ്യും. നമ്മൾ വേക്കപ്പ് ചെയ്യും, നമ്മൾ എണീച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഓൺ ടൈം യു ക്യാൻ ഫൈൻഡ് അസ് ഇൻ ദ എയർപോർട്ട്. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, എനിക്ക് വളരെ പേഴ്സണലായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു എക്സാമ്പിൾ, ഞാൻ ഈ ക്ലാസ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സൗദിയിൽ നിന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് 3:30 സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ സെഷൻ. അപ്പോൾ ഈ ക്ലാസ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഐ വാസ് ലൈക്ക്, എനിക്ക് ഈ ഓഡിയൻസുമായിട്ടൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ക്ലാസ്സെങ്കിലും എനിക്ക് ലൈവായി അറ്റൻഡ് ചെയ്യണം എന്നുണ്ടായി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം 3:30 ഇറ്റ്സ് ടു ഏർലി ഫോർ മൈ. അപ്പോൾ എങ്ങനെ 3:30 ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുമെന്ന് ഞാൻ മിനിഞ്ഞാന്ന് രാത്രി ചിന്തിച്ചുകൊണ്ട് കിടന്നു. ഐ ഹാവ് സെറ്റ് മൈ അലാം അറ്റ് 4:40 4:30 ആ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ അലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ വളരെ യാദൃശ്ചികമായിട്ട് കോയിൻസിഡൻ്റലായിട്ട് ഞാൻ ഇന്നലെ എണീക്കുന്നു, ഫോൺ നോക്കുമ്പോൾ സമയത്ത് ഇറ്റ് വാസ് 3:37. സൂൺ ഞാൻ ആ ലിങ്കിൽ കയറുന്നു, സാറിൻ്റെ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്നു, സാറെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. കാരണം നമുക്ക് ഇറ്റ് ഗീവ്സ് മീ മോർ കംഫർട്ട്. ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഓൺലൈനിലുള്ള എല്ലാ ക്ലയൻസുമായിട്ട് എല്ലാവരുമായിട്ട് എനിക്കൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണം. ഐ കുഡ് മേക്ക് എ ബെറ്റർ ക്ലാസ് എന്നുള്ളൊരു ഫീലോട് കൂടി ഞാൻ മിനിഞ്ഞാന്ന് കിടന്നതുകൊണ്ട് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് അലാം ഞാൻ എണീക്കുന്നു, ഇന്നലത്തെ ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്യുന്നു. ഈ ഒരു മെഡിറ്റേഷൻ റെക്കോർഡഡ് സെഷനാണ് ഞാൻ കേൾക്കാറുള്ളത്. അപ്പോൾ ഇന്നലെ നിങ്ങളെ കൂടെ അത് പങ്കെടുക്കാനും ഇവിടെ ഐ തിങ്ക് ഇന്നലെ ബിസിനസ് സെഷനാണ് ഷെയർ ചെയ്തത്. EFT ലൈഫ് മാസ്റ്ററി കോഴ്സിലെ 4th ബാച്ചിൽ ഞാനും പങ്കെടുത്തിരുന്നു. എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു സജ്ന ഹബീബ്. ഇന്നലെ യു സ്റ്റാർട്ടഡ് വിത്ത് സക്സസ് സ്റ്റോറി ഓഫ് സജ്ന ഹബീബ്. അപ്പോൾ ഐ റിമെമ്പർ സാറ് പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന സജ്ന ഹബീബിൻ്റെ കോൺഫിഡൻസും ഇന്നലെ സംസാരിച്ച ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഇറ്റ് ബ്രോട്ട് ദ ചേഞ്ചസ് ഇൻ അവർ ഇമോഷൻസ്. ആ ഒരു തോട്ട് പ്രോസസ്സ് അവരിൽ കൊണ്ടുവന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഫൗണ്ട് ടൈം ഫോർ ഹെർ സെൽഫ്. ഇങ്ങനെയുള്ള ട്രെയിനിങ് സെഷൻസും മോട്ടിവേഷൻസും ഒക്കെ നമുക്ക് അവസരങ്ങൾ കൂടുതൽ തരുമ്പോൾ വി ആർ റിയലൈസിങ് നമ്മൾ സ്വയം മുന്നോട്ട് വരാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. ഇങ്ങനെ പോയാൽ പോരാ എന്ന തീരുമാനം നമ്മൾ എടുക്കുന്നത് കൂടി ദാറ്റ് തോട്ട് പ്രോസസ് ഇസ് ബിക്കമിങ് വെരി ഇൻറ്റൻസീവ്. അത് വളരെ തീവ്രമായതും ആഴമേറിയതും ആയതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ടും ചിന്തകൾ കൊണ്ടും നമ്മൾ ഈ മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓരോ ആക്ഷനും, എവറി സ്മോൾ ആക്ഷൻ, എവറി ബിഗ് ആക്ഷൻ ബിഗിൻസ് ഫ്രം എ തോട്ട് പ്രോസസ്. സോറി. അപ്പോൾ ഇപ്പോൾ ഈ ഇമോഷണൽ ലെവലിൽ ചിന്തകൾ, ആ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ലെവലിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് ബിഗ് ആക്ഷൻസ് ഇൻ അവർ ലൈഫ്. ഇറ്റ് ബ്രിങ്സ് ബിഗ് ഡിഫറൻസ് ഇൻ അവർ ലൈഫ്. നമ്മൾ ബിലീഫ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ മാനസിക പിരിമുറുക്കം നമ്മൾ പറഞ്ഞു വന്നത് ജീവിത സാഹചര്യത്തിൽ ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും അവരുടെ ജീവിത സാഹചര്യത്തിൽ അവരുടെ വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ, അവരെ ചുറ്റിപ്പറ്റിയുള്ള ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ, ഫാമിലിയുടെ സ്വാധീനം കൊണ്ടോ, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അവർ അനുഭവിക്കുന്ന ഒരു പ്രഷർ, ആ ഒരു സമ്മർദ്ദം മൂലം അവരിലുണ്ടാകുന്ന ഒരു സ്ട്രെസ്, അത് ആ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്കറിയാം ദ സെയിം എമൗണ്ട് ഓഫ് ഒരു ഗ്ലാസ് ഉപ്പ് നമ്മൾ ഒരു ഗ്ലാസ് ഉപ്പ് നമ്മൾ ഒരു കുഞ്ഞി കപ്പിൽ, ഒരു വലിയൊരു കപ്പിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ? ആ കപ്പ് വെള്ളം നമുക്ക് കുടിക്കാൻ സാധിക്കുമോ? പക്ഷേ ഈ ഒരു സെയിം ഗ്ലാസ് ഓഫ് ഉപ്പ് നമ്മളെടുത്ത് വലിയൊരു ബക്കറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഗെറ്റ് ഡൈല്യൂട്ടഡ്. അത് നമുക്ക് നിർബന്ധിച്ചാൽ കുടിക്കാം, അല്ലേ? കാരണം ഏതൊരു പ്രശ്നം വരുന്നതും അതിൻ്റെ ആ ഹേർഡിൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന വി ഷുഡ് ബി എലാബറേറ്റഡ്. നമ്മൾ വിശാല ഹൃദയരാവാം. നമുക്കത് സ്വീകരിക്കാനും അത് ആക്സെപ്റ്റ് ചെയ്യാനും ഉള്ള ടെൻഡൻസി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആസ് ഹ്യൂമൻസ് ഇറ്റ്സ് ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, ഹൗ ഡു യു ടേക്ക് ഇറ്റ് ഔട്ട്, അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമ്മളിലേക്ക് ഉണ്ടാക്കി എടുക്കുന്നതോടുകൂടി നമുക്ക് ആ സിറ്റുവേഷൻ വളരെ ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ തോട്ട് പ്രോസസ്സിൻ്റെ ഒരു ശക്തി, ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, പക്ഷേ എല്ലാവരും തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ദൂരെയാണ് താമസിക്കുന്നത്, വീട്ടിൽ നിന്നല്ല താമസിക്കുക, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ മദറിനെയോ ഫാദറിനെയോ ബ്രദറിനെയോ സിസ്റ്ററിനെയോ ആരെങ്കിലും ഒന്നൊക്കെ ഈ ഒരു കാര്യം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിക്കാമെന്ന് ചിന്തിക്കുന്ന ആ നിമിഷം യു വിൽ ഗെറ്റ് എ കോൾ ഫ്രം യുവർ ഫ്രണ്ട് ഓർ യുവർ ഫാദർ ഓർ മദർ. എനിക്ക് പലപ്പോഴും ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആം ഐ റൈറ്റ്? യെസ് ഓർ നോ? നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വെരി ക്ലോസ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ വിളിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ അവർ നിങ്ങളെ വിളിച്ചിട്ടുള്ള അനുഭവങ്ങൾ കണ്ടിട്ട് യു കൻ സീ ദ ചാറ്റ് ബോക്സ്. ഹൗ ഇസ് ഇറ്റ്? നമ്മളെ ഉള്ളിൽ ഒരു തോട്ട് പ്രോസസ്സ് ജനിക്കുന്നത് കൂടി ഇറ്റ്സ് എൻ എനർജി. ഓക്കെ, അതൊരു എനർജിയാണ്, ഒരു ഇമോഷണൽ ടർബുലൻസ് വി ഹാവ്. ആ എനർജിക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസി ഗെറ്റ് വൈബ്രേറ്റഡ് ടു ദ പീപ്പിൾ ഹു ഇസ് കണക്റ്റഡ് വിത്ത് അസ്. നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന എനർജിയുടെ ഫ്രീക്വൻസി നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള, കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്നു. ആ ഫ്രീക്വൻസി, ആ ഒരു സെയിം തോട്ട് പ്രോസസ്സ് അവരിൽ ഉണ്ടാക്കുന്നു, അവർ നമ്മളെ വിളിക്കുന്നു എന്നുള്ളതാണ്. സോ ഹൗ പവർഫുൾ ഇറ്റ് ഇസ്.
എത്ര ശക്തിയേറിയതാണ്. അതുകൊണ്ടാണ് തോട്ട് പ്രോസസ്സിൻ്റെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ഓരോ ആക്ഷനിലും ഈ തോട്ട് പ്രോസസ്സിന് എത്രത്തോളം റോൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. യുനോ ഈ ചിന്തകൾ വരുന്നത് നമ്മുടെ ബോധമനസ്സിൽ നിന്നാണ്. ജസ്റ്റ് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ നമ്മൾ അതായി തീരുന്നു, അല്ലേ? നമ്മുടെ ബോധമനസ്സിന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ആ ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിൽ നിന്നാണ്. നമ്മളെ സ്വാധീനിക്കുന്ന നമ്മളെ കൂടെയുള്ള നമ്മളെ ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മളെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള നമ്മളെ സ്കൂൾ, അവിടുത്തെ ഫ്രണ്ട്സ്, അവിടുത്തെ ടീച്ചേഴ്സ്, ഇതിനെല്ലാം ആസ്പദമാക്കിയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ് നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ആസ്പദമായിട്ടുള്ള ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മനസ്സിൻ്റെ 2 തലങ്ങളെയാണ് ഇവിടെ എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് ദ കോൺഷ്യസ് മൈൻഡ് ആൻഡ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, ഒരു ഐസ്ബർഗിനുമായിട്ടാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, വളരെ ആഡംബരമായ ഒരു ലക്ഷൂറിയസ് ടൈറ്റാനിക് എന്ന് പറഞ്ഞ കപ്പൽ ഐസ്ബർഗ് ഇടിച്ചിട്ടാണ് തകർന്നു പോകുന്നത്. വാട്ട്സ് ഹാപ്പനിങ് ഇൻ എൻ ഐസ്ബർഗ്? താഴെ കാണുന്ന സബ് കോൺഷ്യസ് മൈൻഡ് ഇതൊരു ഐസ്ബർഗാണ്. ഐസ്ബർഗിന് എപ്പോഴും താഴോട്ട് കുറച്ച് അധികം ഉണ്ടാവും, അല്ലേ? മുകളിലോട്ട് നമുക്ക് കാണാൻ പാകുന്ന പോർഷൻ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ? താഴെ കാണുന്നതാണോ മുകളിൽ കാണുന്നതാണോ? മാം വെർഷൻ സ്ക്രീന് കാണുന്നില്ല. കാണുന്നില്ലേ? ഇല്ല. ഇല്ല. വാട്ട്സ് ഹാപ്പനിങ്? ഇപ്പൊ കാണുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, കാണുന്നുണ്ട്. താങ്ക് യു, No, താങ്ക് sir. യു. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും, ഇറ്റ് ഇസ് കണക്റ്റഡ് ടു എൻ ഐസ്ബർഗ്, അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഐസ്ബർഗിൻ്റെ പ്രത്യേകത എന്താ? വർഷങ്ങളോളം ഫ്രോസൺ ആയിട്ട് ഐസിൻ്റെ രൂപത്തിലായിരിക്കും വെള്ളത്തിൻ്റെ താഴെയുള്ള പോർഷൻ നിൽക്കുക. ആൻഡ് ഇറ്റ് ഇസ് വെരി സ്ട്രോങ് ആൻഡ് ഹാർഡ് ആസ് എൻ അയൺ. ഒരു ഇരുമ്പിന് തുല്യം ശക്തിയുള്ളതായിരിക്കും. കാരണം അത് വർഷങ്ങളോളമായിട്ട് ഐസായിട്ട് ടൈറ്റ്ലി കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ പുറമേ കാണുന്ന ഈ കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഫ്ലെക്സിബിൾ. അത് വ്യതിയാനങ്ങൾ, ടൈഡ്സിൻ്റെ വ്യതിയാനത്തിനും അതുപോലെ സൂര്യപ്രകാശത്തിനൊക്കെ അടിമേൽക്കുന്നത് കൊണ്ട് തന്നെ താഴെയുള്ള പോർഷൻ്റെ അത്രയും ബലമോ ശക്തിയോ സ്ട്രെങ്തോ ഈ മുകളിൽ കാണുന്നതിനില്ല. സോ നമുക്ക് ഈസിലി റിലേറ്റബിൾ ആണ് ഈ ബോധമനസ്സും ഉപബോധ മനസ്സും. നമ്മുടെ മനസ്സിനെ നമ്മൾ രണ്ടായി തിരിക്കുന്ന സമയത്ത് 10% ബോധമനസ്സിന് സ്ഥാനമുള്ളൂ. ഓക്കെ, ഐ എം നോട്ട് ഗോയിങ് ഡീപ്പ്. ബോധമനസ്സിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ ചിന്തകൾ വരുന്നത് ബോധമനസ്സെന്നായതുകൊണ്ട് ഐ എം ടെല്ലിങ് യു, ബോധമനസ്സെന്ന് പറയുന്നത് 10%, ഉപബോധ മനസ്സെന്ന് പറയുന്നത് 90%. ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ ബോധമനസ്സിൻ്റെ സഹായം കൊണ്ടാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നതും ഈ ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നതും ഈ ബോധമനസ്സിൻ്റെ സഹായം കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഉപബോധ മനസ്സിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളറിയാതെ, ഇറ്റ് ഇസ് നോട്ട് അണ്ടർ അവർ കൺട്രോൾ. നമ്മുടെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നു, ശ്വാസം നമ്മൾ എടുക്കുന്നു, അല്ലേ? ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ വൈറ്റൽ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്ന ഉപബോധ മനസ്സാണ്. അപ്പോൾ ഈ ഉപബോധ മനസ്സിൻ്റെ ഫങ്ഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേറെ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഉപബോധ മനസ്സിനെ നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ബോധ മനസ്സിന് കറക്റ്റ് ഇൻഫർമേഷൻസ് റൈറ്റ് ട്രാക്കിൽ കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ എപ്പോഴും ജീവിത സാഹചര്യങ്ങളും വ്യക്തി സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും തരുന്ന സമ്മർദ്ദങ്ങളിൽ കൂടെ നമുക്കുണ്ടാവുന്ന നെഗറ്റീവ് തോട്ട്സ് പ്രോസസ്സ്, അല്ലെങ്കിൽ ആ നെഗറ്റീവ് തോട്ട് പ്രോസസ്സിന് കണക്റ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആണ്. നമുക്കുള്ള പിരിമുറക്കം കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെയും തോട്ട് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലേക്ക് നല്ല ഇമോഷൻസിനെ, പോസിറ്റിവിറ്റിയെ നമുക്ക് കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ. ഇതെങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഒരു ചായരിപ്പയിലൂടെ ഒഴിക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്? ചായപ്പൊടി മുകളിലിരിക്കുകയും ചായ ഊർന്നു പോവുകയും ചെയ്യും, അല്ലേ? ദിസ് ഇസ് സെയിം തിങ് ഹാപ്പനിങ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം ഏതെല്ലാം സന്ദർഭങ്ങളിലൂടെയാണോ നമ്മൾ ജീവിക്കുന്നത്, ഇതെല്ലാം ഓരോ ഇൻസിഡൻസ് ആയിട്ട്, മുറിവേൽക്കുന്നതാണെങ്കിൽ ഒരു ട്രോമയായിട്ട്, സന്തോഷമുള്ളതാണെങ്കിൽ ഒരു പ്ലഷറിൻ്റെ രൂപത്തിൽ ബോധ മനസ്സിലേക്ക് പോകുന്നു. ആ ബോധ മനസ്സിൽ നിന്നും ഈ വികാരങ്ങൾ ഉപബോധ മനസ്സ് വലിച്ചെടുക്കുന്നു. ആ ഇമോഷൻസ് മാത്രം നമ്മളെ
നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള, നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഓരോ വെല്ലുവിളികളും ഓരോ ഇവൻസിൽ നിന്നും നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഒന്നല്ലെങ്കിൽ സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ദുഃഖമായിരിക്കും. ദാറ്റ് ഈസ് എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇത് രണ്ടും ഉപബോധ മനസ്സ് വലിച്ചെടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് അപ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മളെ തോട്ട് പ്രോസസ്സ് പല ലെവലിലൂടെ പോവാം. നമ്മൾ പുറത്ത് കാണുന്ന ഒരു സംഭവം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അനലൈസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരാളാണ് ക്ലാസ് എടുക്കുന്നെങ്കിലും ഈ അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരിലും പല പെർസെപ്ഷനാണ്. നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂവിൽ, കാഴ്ചപ്പാടിൽ നിങ്ങൾ എന്നെ അനാലിസിസ് ചെയ്യുന്നത് പല ഡിഫറെൻറ്റ് സ്കെയിൽസിലാണ്. കാരണം നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, നിങ്ങൾ നിൽക്കുന്ന തോട്ട് പ്രോസസ്സസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഓക്കെ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വഴിയിൽ ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഒരാൾ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തോട്ട് പ്രോസസ്സിനനുസരിച്ചായിരിക്കും നമ്മൾ ആ സംഭവത്തെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ബ്രദറും സിസ്റ്ററും ആവാം, ദേ മൈറ്റ് ബി കട്ട്ലിങ്, ദേ ആർ വെരി ലവബിൾ, അവർ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കഡിൽ ചെയ്യുന്നതാണെന്ന് നമുക്ക് തോന്നാം. നേരെ മറിച്ച് നമുക്ക് ചിന്തിക്കാം അയാൾ ആ സ്ത്രീയെ ഉപദ്രവിക്കുകയാണെന്ന് നമുക്ക് തോന്നാം. ഏതൊരു തോട്ട് പ്രോസസ്സിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്, അതേ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ആ ഒരു സംഭവത്തെ അനലൈസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് അപ് ടു അസ്. നമ്മൾ മറ്റൊരാൾക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അന്റാർട്ടിക്കയിൽ ഒരാൾക്ക് അസുഖം വന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മളത് ബാധിക്കുന്നില്ല. പക്ഷെ നമ്മളിൽ ഒരു രോഗം ഉണ്ടാവുമോ എന്നുള്ള രോഗചിന്ത, ഇറ്റ് ഈസ് ബിക്കമിങ് എ ഫോബിയ ഇൻ അസ്. അതൊരു ഫിയറായി മാറിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓരോ സ്ട്രെസ്സിലും ഓരോ ഫീലിങ്സ് നമ്മളെ ബോധമനസ്സിൽ ഉണ്ടാക്കുന്ന സമയത്ത് വാട്ട് ഈസ് ഹാപ്പനിങ്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കെമിക്കൽ ഫാക്ടറി. ഓരോ തരത്തിലുള്ള കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇങ്ങനെ സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് കോർട്ടിസോളും അഡ്രിനാലിനും ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ബ്ലഡിലേക്ക് കയറുന്നു. അപ്പോൾ നമ്മൾ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആവും. നമ്മൾ ഹാർട്ട് റേറ്റ് കൂടുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു, നമുക്ക് ടെൻഷൻ കയറി വരുന്നു, നമ്മൾ കുറച്ചും കൂടെ നമുക്ക് നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ബിക്കമിങ് എ ക്രോണിക്, ഒരു മാറാരോഗത്തിന് നമ്മൾ അടിമപ്പെടുന്നതിന് തുല്യമാണ്. കാരണം ഈ കോർട്ടിസോളിൻ്റെ എമൗണ്ട് നമ്മൾ ബ്ലഡിൽ കൂടിക്കൊണ്ടിരിക്കും തോറും നമ്മുടെ നോർമൽ ഫങ്ഷൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് തോന്നും ഉറക്കം കുറയുന്നു, ഭക്ഷണം വേണ്ട, വിശപ്പ് കുറയുന്നു, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കാൻ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഐസൊലേറ്റഡ് ആയി പോകുന്നത് പോലെ. പണ്ട് നമ്മൾ ആസ്വദിച്ച സിനിമ കാണുമ്പോൾ നമുക്ക് സിനിമ കണ്ട് പൊട്ടിച്ചിരിച്ചാൽ ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല. അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ സിംറ്റംസും, ലക്ഷണങ്ങളും നമ്മളെ ലൈഫിൽ ഇങ്ങനെ കൂടി വരുന്നത് കാണാം. ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നുണ്ടാവും. ഓക്കെ, ഭക്ഷണത്തിനോട് ഒരു വിരക്തി, വിശപ്പ് തോന്നുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിലും ഒരു മൈൻഡ്ഫുൾനെസ്, നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, പഴയ പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകാൻ പറ്റുന്നില്ല, ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം തന്നെ എന്ത് തരത്തിൽ, ഇപ്പോൾ ഏതൊരു റീസൺ ആവട്ടെ, നേരത്തെ പറഞ്ഞ നമുക്ക് പ്രശ്നങ്ങൾ, നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പല രീതിയിലുള്ളതായിരിക്കാം. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിനൊരു പിരിമുറുക്കം, ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് എ സ്ട്രെസ് ഇൻ അവർ ബോഡി. ഇറ്റ് റിസൾട്ട്സ് സ്ട്രെസ് ഹോർമോൺ എന്ന കോർട്ടിസോളിൻ്റെ സെക്രീഷൻസ് കൊണ്ടുവരും. അത് നമ്മുടെ സെല്ലുലാർ ലെവലിലേക്ക് ബ്ലഡ് രക്തം പമ്പ് ചെയ്ത് എത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ലെവൽ താഴോട്ട് പോവുകയും പിന്നീട് നമുക്ക് അങ്ങോട്ട് നല്ലൊരു തീരുമാനം, വി കനോട്ട് ടേക്ക് എ പ്രോപ്പർ ഡിസിഷൻ, നല്ലൊരു തീരുമാനമെടുക്കാനുള്ള വകതിരിവ് നഷ്ടപ്പെടുകയും യാഥാർത്ഥ്യ ബോധത്തെ, ശരിയാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള വേർതിരിവിനുള്ള ബുദ്ധി പോലും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ തോട്ട് പ്രോസസ്സിൽ തന്നെ നമ്മൾ മാറ്റം കൊണ്ടുവരണം. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക, ലൈക്ക് അവർ ബ്രെയിൻ ഇസ് ബ്രിങ്ങിങ് 60,000 അല്ലെ 60,000 തരത്തിലുള്ള ചിന്തകൾ നമ്മളെ ബ്രെയിനിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മെജോറിറ്റി നെഗറ്റീവ് തോട്ട്സ് ആണ്. ആ നെഗറ്റീവ് തോട്ട്സ് വരുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ ആ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതിന് ഏറ്റവും വലിയൊരു മൈൻഡ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓവർ തിങ്കിങ്ങിലൂടെയും നെഗറ്റീവ് തിങ്കിങ്ങിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ ടേക്ക് എ പേപ്പർ ആൻഡ് നോട്ട് ഡൗൺ. നമ്മൾ അനലൈസ് ചെയ്യുക. നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. ഈ തോട്ട് പ്രോസസ്സ് എൻ്റെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ബ്രെയിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ലൈഫ് ഇസ് ടോട്ടലി എഫക്റ്റഡ്. അപ്പോൾ ദ ബെസ്റ്റ് എക്സസൈസ് യു ക്യാൻ ഡു ഇസ് ദാറ്റ് ടേക്ക് എ പേപ്പർ. ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന തോട്ട് പ്രോസസ്സ് എഴുതുക, അതിനുള്ള സൊല്യൂഷൻസ് എഴുതുക, എന്നിട്ട് അപ്പുറത്ത് മാർക്ക് ചെയ്യുക. ഇറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. നെഗറ്റീവ് ആണെങ്കിൽ പുട്ട് എ റെഡ് മാർക്ക്. ഈ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരരുതെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് കം ടുവേർഡ്സ് യു.
ഓക്കെ. അപ്പോൾ ഈ നെഗറ്റീവ് ഇമോഷൻസ് വരുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലാണെന്ന് പറഞ്ഞു. നമ്മൾ ജീവിതത്തിൽ പലതരത്തിലുള്ള ട്രോമാസ്, പലതരത്തിലുള്ള ഇൻസിഡൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഈ ഇൻസിഡൻസിൽ നിന്ന് നമ്മളെ ബ്രെയിൻ, ഉപബോധ മനസ്സിലേക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസ് അവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. ഓക്കെ. പിന്നീട് അത്തരത്തിലുള്ളൊരു സന്ദർഭം വരുന്ന സമയത്ത് ഈ ഇമോഷൻസ് ട്രിഗേർഡ് ആവുകയും നമ്മൾ അതേ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോവുകയും വീണ്ടും സ്ട്രെസ്ഡ് ഔട്ട് ആവുകയാണ് ചെയ്യുക. അപ്പോൾ സാറിൻ്റെ EFT ലൈഫ് മാസ്റ്ററി കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാൻ പറ്റും, സാറ് ഈ നെഗറ്റീവ് ഇമോഷൻസിനെ എങ്ങനെ ഡിറ്റാച്ച് ചെയ്യാം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഡിറ്റാച്ച് ചെയ്യുന്നതോടുകൂടി നമുക്ക് പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാനും നെഗറ്റിവിറ്റി ടോക്സിൻസിനെ നമ്മളെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാനും ഈ നെഗറ്റീവ് ഇമോഷൻസിനെയും നെഗറ്റീവ് തോട്ട് പ്രോസസ്സിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാനും നമ്മുടെ എല്ലാ പോസിറ്റീവ് തോട്ട് പ്രോസസ്സിനെ നമുക്കൊരു ഫോക്കസ് ഉണ്ടാക്കിയിട്ട് ആ ലക്ഷ്യത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് വെരി ലൈറ്റ്, വെരി സിമ്പിൾ, വെരി അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അതായത് നമ്മൾ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇൻസിഡൻസ്, ദ ട്രോമാസ്, ഇറ്റ് ഗീവ്സ് ദ നെഗറ്റീവ് ഇമോഷൻസ് ഇൻ യുവർ ഉപബോധ മനസ്സ്. ഓക്കെ. ഈ നെഗറ്റീവ് ഇമോഷൻസ് കൂടുതൽ തോട്ട് പ്രോസസ്സിൽ എപ്പോഴും നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ഈ നെഗറ്റീവ് ഇമോഷൻസ് ഈ നെഗറ്റീവ് തോട്ട് പ്രോസസ്സിനെ ഡോമിനേറ്റ് ചെയ്യും, സ്വാധീനിക്കും. ഇത് നമ്മളെ ബോഡി കൂടുതൽ സ്ട്രെസ്ഡ് ഔട്ട് ആക്കും. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? നമ്മൾ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ കട്ട് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ സൈക്കോളജിസ്റ്റുകളുടെ ഒരു കേസ് വരുന്ന സമയത്ത് വി ടേക്ക് ദ റിഗ്രഷൻ, ദ പാസ്റ്റ് ഓഫ് ദ പേഷ്യൻറ്റ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നിലേക്ക് പോയി ആ ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യും. ആ ഇൻസിഡൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇമോഷൻസ്, ട്രോമ അവരെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവിടെയുള്ള ട്രീറ്റ്മെൻറ്റ്. ആ ഒരു ഇമോഷൻസ് കട്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ പ്യുവറായി. ഇപ്പോൾ ഒരു മെഡിറ്റേഷനിലൂടെ എന്താണ് സംഭവിക്കുന്നത്? യു ബിക്കം വെരി റിലാക്സ്ഡ്, അല്ലേ? നമുക്കറിയാം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 ടൂൾസ്, ദ ബോഡി ആൻഡ് ദ മൈൻഡ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ബോഡിയും മൈൻഡും കറക്റ്റായ രീതിയിൽ നമുക്ക് ട്രെയിൻ ചെയ്യാൻ സാധിച്ചാൽ വി ആർ സക്സസ്ഫുൾ. ശരീരത്തെ ട്രെയിൻ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കറിയാം, ഇറ്റ്സ് അറൗണ്ട് 600ഓളം മസിൽസ് ഉള്ള നമ്മളെ ബോഡിയെ ഡെയിലി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ ദേ കം ബാക്ക് വിത്ത് എ വെരി ഫിറ്റ് 6-pack ബോഡി, അല്ലേ? പക്ഷേ ഡെവലപ്പ് ചെയ്യാതെ, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാതെ നമുക്ക് ബോഡി ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഒരു ഫുൾ ഫാമിലി പാക്കും ഒരു 6-pack നമുക്ക് കമ്പയർ ചെയ്യാം. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള 600 മസിൽസാണ് ഉള്ളത്. പക്ഷെ ഒരാൾ അതിന് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്ത മസിൽസിനെ ഡെവലപ്പ് ചെയ്തെടുത്തപ്പോൾ ഇറ്റ് ബിക്കേം എ 6-pack. ഓക്കെ. സോ ദ മോർ യു വർക്ക്, ദ മോർ എഫിഷ്യൻറ്റ്. കൂടുതൽ നമ്മൾ വർക്ക് ചെയ്താൽ കൂടുതൽ കപ്പാസിറ്റി ഉള്ളതാവും. അതുപോലെ മനസ്സിൻ്റെ അസാധ്യ കഴിവുകളെയും പൊട്ടൻഷ്യലിനെയും ക്യാപ്പബിലിറ്റീസിനെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ശരീരം കൊണ്ട് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്താൽ നമുക്കൊരു ശാരീരിക തളർച്ച സംഭവിക്കും. പക്ഷേ മനസ്സിൻ്റെ കഴിവുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കാൻ സാധിച്ചാൽ അസാധ്യമായ ക്യാപ്പബിലിറ്റീസിനെ കഴിവുകളെ നമ്മൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ വി ബിക്കം മോർ ആൻഡ് മോർ എനർജറ്റിക്. നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരായിക്കൊണ്ടിരിക്കും. കാരണം മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ വി വിൽ ഹാവ് എ ഫോക്കസ്. നമുക്കൊരു ലക്ഷ്യമുണ്ടാവും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എനർജി ലെവൽ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കമൊരു പ്രശ്നമല്ല. ടുഡേ മൈ ഫോക്കസ് ഇസ് ഓൺ മൈ ക്ലാസ് ഫോർ യു. ഇന്ന് 3:30 എണീക്കാൻ എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസം ഉണ്ടായില്ല. പക്ഷേ 3:30 കാണാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്നും ഇന്നലെയും ഈ ഒരു ക്ലാസ്സിന് ഞാൻ കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ് അതായിരിക്കാം എൻ്റെ ഉള്ളിലുള്ള ആ ഒരു എനർജി ലെവൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. 3:30 എനിക്ക് ഒരു സാധാ ഡേ പോലെയാണ് തോന്നിയത്. ഓക്കെ. അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമുക്കൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ നമ്മൾ എനർജി ലെവൽ നമുക്ക് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാനും നമ്മുടെ ഉള്ളിലുള്ള അസാധ്യമായ കഴിവുകളെ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് ടാർഗറ്റ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള വിജയമാണോ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ പരീക്ഷയാവാം, ചിലപ്പോൾ ജോലിയാവാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും പ്രതിസന്ധികളോ തടസ്സങ്ങളോ ആവാം. ഇതെല്ലാം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ശരീരത്തെ ട്രെയിൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഡെയിലി ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുക, നമ്മളെ മസിൽസിനെ ഡെവലപ്പ് ചെയ്യുക. ദിസ് ഈസ് ഹൗ യു ട്രെയിൻ യുവർ ബോഡി, ഡെവലപ്പ് യുവർ ബോഡി മസിൽസ്. ഓക്കെ. അതുപോലെ നമ്മൾ മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കണം. എങ്ങനെ? നമ്മൾ രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, കുളിക്കുന്നു, ഡ്രസ്സ് മാറുന്നു, പെർഫ്യൂം അടിക്കുന്നു, മേക്കപ്പ് ചെയ്യുന്നു, പുറത്ത് പോകുന്നു. ദിസ് ഈസ് ഓൾ ടു നർച്ചർ യുവർ ബോഡി, അല്ലേ? നമ്മളെ ബോഡി ഇങ്ങനെ പരിപോഷിപ്പിക്കുകയാണ്. ഓക്കെ. ഇറ്റ് ഗിവ്സ് മോർ കോൺഫിഡൻസ്. നമുക്ക് ആത്മവിശ്വാസം കിട്ടുന്നില്ല നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ? രാവിലെ ബ്രഷ് ചെയ്യാതെ, ഭക്ഷണം കഴിക്കാതെ, നല്ല ഡ്രസ്സ് ഇടാതെ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് യു ക്യാൻ ഇമാജിൻ, അല്ലേ? ആ ഒരു ഫീലിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏർലി മോർണിംഗ് നമ്മൾ എണീച്ച് നമ്മൾ
ഡെയിലി റുട്ടീനൊക്കെ ചെയ്ത് നമ്മൾ ഡ്രസ്ഡപ്ഡ് ആയിട്ട് പുറത്തിറങ്ങുന്നു. ഹൗ ഡു യു ഫീൽ? വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നു. പക്ഷേ ഈ ശരീരത്തെക്കാളും ഒരുപാട് മികച്ചതും കഴിവുള്ളതുമാണ് മനസ്സ്. ആൻഡ് യുനോ, ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യം മാത്രമല്ല, ഇറ്റ് ഇസ് ദ ഫിസിക്കൽ ആൻഡ് ദ മെൻ്റൽ വെൽബീയിങ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളൊരു പൂർണ്ണ ആരോഗ്യവാനാവുന്നത്. പക്ഷെ മനസ്സിന് വേണ്ടി നമ്മൾ എപ്പോഴെങ്കിലും സമയം കണ്ടെത്താറുണ്ടോ? ആൻഡ് വാട്ട് ഈസ് ദിസ് മെൻ്റൽ വെൽബീയിങ്? മനസ്സിന് എന്താണ് ആവശ്യം? ആർക്കെങ്കിലും അറിയോ? ലൈക്ക് ഒന്ന് ചാറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ മനസ്സിന് എന്താണ് ആവശ്യം? നമ്മളെ മനസ്സിനെ നമുക്ക് എങ്ങനെ പരിപോഷിപ്പിക്കാം? വി ടോക്ക് അബൌട്ട് പോസിറ്റീവ് തോട്ട് പ്രോസസ്, അല്ലേ? പോസിറ്റിവിറ്റിയും പോസിറ്റീവ് തോട്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും. ഇതെല്ലാം ബോധ മനസ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നമ്മുടെ മനസ്സ് ഹെൽത്തി ആയി മാത്രമല്ലേ നമ്മുടെ മനസ്സിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള തോട്ട് പ്രോസസ്സ് വരുള്ളൂ. ഓക്കെ, നമ്മുടെ മനസ്സിന് എന്താണ് ആവശ്യം? നമ്മുടെ ജീവിതം നിലനിർത്താൻ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ഘടകം ഏതാണ്? എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്തോളൂ, നോ പ്രോബ്ലം. നമ്മുടെ സർവൈവലിന്, നമ്മുടെ ജീവിത നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ഏറ്റവും അനിവാര്യമായതും എസെൻഷ്യൽ നിർബന്ധമായതും ഏതാണ്? എന്താണെന്നാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? ഹാപ്പിനെസ്, ഹെൽത്ത്, ഓക്കെ. ഓക്കെ, യെസ്. കമ്മിങ് ടു ദ പോയിന്റ്. നമ്മുടെ മനസ്സിന് നമ്മുടെ ജീവിത നിലനിൽപ്പിന് നമുക്ക് ഏറ്റവും ആവശ്യം നല്ല ഭക്ഷണം വേണം, നല്ല വെള്ളം വേണം. പക്ഷെ ഭക്ഷണമില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും വസ്ത്രമില്ലെങ്കിലും നമുക്ക് ദിവസങ്ങളോളം ജീവിക്കാം, അല്ലേ? ദിവസങ്ങളോളം ജീവിക്കാം. പക്ഷെ ഏറ്റവും അനിവാര്യമായതും ഏറ്റവും എസെൻഷ്യൽ ആയത് വായു അല്ലേ? ശ്വസനക്രിയ നിലച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ മരിക്കൂലേ? ശ്വസിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. സോ ദ മോസ്റ്റ് എസെൻഷ്യൽ, നിർബന്ധമായും നമ്മൾ ശ്വസന പ്രക്രിയ, ശ്വാസോച്ഛ്വാസം, അല്ലെ, ദ ബ്രീത്തിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ജീവിതം നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ ഈ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നമ്മുടെ ബോഡിയിൽ എന്താണ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളൊരു 1/2 hour മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഈ മെഡിറ്റേഷനിൽ നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ദ ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് ദ ഡീപ്പ് എക്സ്ഹലേഷൻ. അറിഞ്ഞുകൊണ്ട് നമ്മൾ ശ്വാസം എടുക്കുന്നു, അറിഞ്ഞുകൊണ്ട് നമ്മൾ ശ്വാസം വിടുന്നു. ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. പക്ഷെ വാട്ട് ഇസ് ദ ഡിഫറൻസ്? അറിഞ്ഞ് ശ്വാസം എടുക്കുമ്പോഴും നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ അറിയാതെ ഉപബോധ മനസ്സായ പ്രക്രിയ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ ആ ബോഡിയിലെ വ്യത്യാസമല്ലേ? ദാറ്റ് ഇസ് ഹൗ യു ട്രെയിൻ യുവർ മൈൻഡ്. നമ്മൾ പറഞ്ഞു എല്ലാവരുടെ ശരീരത്തിലും 600 മസിൽസ് ഉണ്ട്. ഓൾ ആർ ടേക്കിംഗ് ഫുഡ്. എല്ലാവരും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ അതിനു വേണ്ടി 1 മണിക്കൂർ മാറ്റിവെച്ച ആളുകളിൽ മസിൽസ് മാത്രം ഡെവലപ്പ് ചെയ്യുന്നു. അവരുടെ ബോഡിയിൽ അവർ കാർഡിയാക് ഔട്ട്പുട്ട് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നു, ഹാർട്ട് റേറ്റ് കൂടുന്നു, റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നു, അവർ കൂടുതൽ ഹെൽത്തിയർ ആവുന്നു. ഓക്കെ, നമ്മളും എല്ലാ മനുഷ്യരും എല്ലാ സമയവും ശ്വാസോച്ഛ്വാസ പ്രക്രിയ ചെയ്യുന്നുണ്ട്. ഈ ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ നമ്മൾ അകത്തോട്ട് ഓക്സിജൻ എടുക്കുന്നു, പുറത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നു, അല്ലേ? സോ ഈ മെഡിറ്റേഷന്റെ സമയത്ത് നമുക്ക് കമാൻഡ്സ് വരാണ്. ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ. ഓക്കെ, വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദാറ്റ് ടൈം? ഈ പ്രപഞ്ചത്തിൽ അബണ്ടന്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ ആണ് നമ്മൾ വളരെ ഫ്രീ ആയിട്ട്, ഒരു ടൈം കൺസംഷനും ഇല്ലാതെ, നമുക്ക് സമയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ശ്വാസം എടുക്കുന്ന സമയത്ത് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്സിജൻ അകത്ത് എടുക്കുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് നമുക്ക് ജീവിതം നിലനിർത്താൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനം നമ്മൾ വളരെ ലൈറ്റായിട്ട് വളരെ സിമ്പിളായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇഫ് യു ആർ നോട്ട്, എന്തെങ്കിലും ഒരു രോഗകാരണം കൊണ്ട് ഓക്സിജൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബ്ലഡിൽ ഓക്സിജൻ്റെ കൗണ്ട് കുറയുമ്പോൾ വാട്ട് ഇസ് ഹാപ്പനിങ് ടു അസ്? ആ നിമിഷം നമ്മൾ ഇല്ലാതായി പോവുകയാണ്. കോവിഡ് വരുന്ന സമയത്ത് യു റിമെമ്പർ, ആളുകളുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ എമൗണ്ട് കുറയുന്നു. നമ്മൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുന്നു. 1-2 ദിവസം ജീവിക്കുന്നു, മരിക്കുന്നു, അല്ലേ? പക്ഷെ ഈ ഒരു ഓക്സിജനാണ് ഈ പ്രപഞ്ചത്തിൽ അബണ്ടൻ്റ് ആയിട്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അതിനു വേണ്ടി നമ്മളെ ജീവിതം നിലനിർത്താൻ വേണ്ടി നമുക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മൾ പോലും അറിയാതെ ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നു. പക്ഷേ ഈ ഒരു മെഡിറ്റേഷനിൽ എന്താ സംഭവിക്കുന്നത്? യു ആർ ഗെറ്റിംഗ് ദ കമാൻഡ്സ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നിലനിർത്താനുള്ള ഒരു പോസിറ്റിവിറ്റിക്ക്, ഒരു പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഓക്സിജനെ നമ്മൾ അകത്തോട്ട് എടുക്കുന്നു. ഓരോ നിമിഷവും ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത്
നമ്മുടെ ശരീരത്തിലുള്ള 5.5 ലിറ്റേഴ്സ് ബ്ലഡ് ഓരോ കോശങ്ങളിലേക്കും എത്തുന്നു. ഈ ഓരോ കോശങ്ങളിലേക്കും ഈ ബ്ലഡ് എന്താണ് എത്തിച്ചു കൊടുക്കുന്നത്? ഈ ഓക്സിജനെയാണ് എത്തിച്ചു കൊടുക്കുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമ്മൾ എടുക്കുന്ന പോസിറ്റിവിറ്റീസ് ഇൻ ദ ഫോം ഓഫ് ഓക്സിജന്റെ രൂപത്തിലാണ് നമ്മൾ ആ ഓക്സിജൻ എടുക്കുന്നത്. ആ ഒരു സമയം നമ്മൾ 6 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡ് ഈ ഓക്സിജനെ നമ്മുടെ ശരീരത്തിലുള്ള മില്യൺസ് ഓഫ് സെൽസിന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചെടുക്കുന്നു. അത് തിരിച്ച് എക്സ്ഹലേഷൻ എന്ന പ്രോസസ്സിലൂടെ നമ്മുടെ മൂക്കിലൂടെ പുറത്തു വിടുന്നു. ഓക്കെ, സോ വി ആർ ടെല്ലിങ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ പ്രോസസ്സിങ് കഴിഞ്ഞതാണ്. ഇനി അത് നമുക്ക് ആവശ്യമില്ല. ഇറ്റ് ഇസ് എ ടോക്സിൻസ് ഇൻ അവർ ബോഡി. സോ വി നീഡ് ടു റിലീസ് ദ ടോക്സിൻസ്. വി നീഡ് ടു റിലീസ് ദ നെഗറ്റിവിറ്റി ഇൻ ദ ഫോം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ഒരു കമാൻഡ് കിട്ടുന്നതോടുകൂടി യുവർ ബോഡി ഈസ് ബിക്കമിങ് റിലാക്സ്ഡ്. ഇതെല്ലാം ഉപബോധ മനസ്സ് ചെയ്യുന്ന പണിയാണ്. നമ്മൾ ആരെങ്കിലും അവിടെ മുകളിൽ കയറി സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഹാർട്ട് പമ്പ് ചെയ്ത് ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? വി കൻ നോട്ട് ഡു എനിത്തിങ്. നമുക്കൊന്നും ചെയ്യാനില്ല ഈ ഏരിയയിൽ. പക്ഷെ എന്ത് പവർഫുൾ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലും വലിയ എന്തെങ്കിലും ജോലി നമുക്ക് ഇവിടെ ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, ഇപ്പം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഓക്കെ, വാട്ട് എവർ കമാൻഡ്, എന്ത് കമാൻഡ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ നിങ്ങളൊരു കമാൻഡ് കൊടുക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷ, ബിസിനസ്സിലെ സക്സസ്, എക്സാം ക്വാളിഫൈ ചെയ്യാനും ഇത്തരത്തിലുള്ള കമാൻഡ്സ്. അതുപോലെ നമ്മളെ ചുറ്റുമുള്ളവർക്ക് നമ്മൾ ഫൊർഗീവ്നെസ് കൊടുക്കുകയാണ്. നമ്മൾ ചുറ്റുമുള്ളവരോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ റിപ്പീറ്റഡ് ആയി ചെയ്യുമ്പോൾ ഈ ബോധ മനസ്സിൽ നിന്നും ഈ ഇമോഷൻസ് ഉപബോധ മനസ്സിലേക്ക് വരികയും ഉപബോധ മനസ്സ് നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നു എന്നൊരു പ്രോസസ്സാണ് ഈ മെഡിറ്റേഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. Did you get me? Yes or no? ഓക്കെ, അപ്പോൾ മനസ്സിനെ ഇങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. മനസ്സിനെ കൂടുതൽ ശക്തമാക്കുന്നത് മനസ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുത്തുകൊണ്ടാണ്. മനസ്സിനെ നമുക്ക് എങ്ങനെ ഫീഡ് ചെയ്യാം എന്നുള്ളത് ഇറ്റ് ഈസ് ബൈ ടേക്കിംഗ് ദ പ്രോപ്പർ പ്യുവർ ഓക്സിജൻ. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഒന്ന് എണീച്ച് നടക്കുമ്പോഴത്തേക്കും നമ്മൾ ലങ് കപ്പാസിറ്റി കൂടുന്നു, നമ്മൾ എടുക്കുന്ന ഓക്സിജൻ്റെ അളവ് കൂടുന്നു, വി ഫീൽ റിലാക്സ്ഡ്. ബൈപ്പാസ് കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് കാർഡിയോളജിസ്റ്റ് എന്താ പറയുന്നത്? രാവിലെ എണീച്ച് നടക്കണം. ബിക്കോസ് എണീച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ ഹാർട്ട് റേറ്റ് കൂടുന്നു, നമ്മൾ ലങ് കപ്പാസിറ്റി കൂടുന്നു, ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ യു ടേക്ക് അത് കൂടുന്ന സമയത്ത് നമ്മൾ ബോഡിയിൽ ഹീലിംഗ് പ്രോസസ്സ് കൂടും. നമുക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ സ്ട്രെസ് ആയാലും ടെൻഷൻ ആയാലും മെൻ്റൽ ഹെൽത്ത് എന്തെങ്കിലും അവയർനെസ്, ഡിപ്രഷൻ അങ്ങനെയുള്ള കേസസ് ആണെങ്കിലും അവിടെ ഹാപ്പി ഹോർമോൺസ് ഡോസ്, നിങ്ങൾക്കറിയാലോ, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ, ഇത്തരത്തിലുള്ള ഹോർമോൺസിൻ്റെ സെക്രീഷൻസ് ഉണ്ടാവുകയും അത് നമ്മൾ മനസ്സിനെ കൂടുതൽ സന്തോഷകരമാക്കുകയും പ്ലഷററ്റതാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ തോട്ട് പ്രോസസ്സിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഷുഡ് ഹാവ് എ ലക്ഷ്യം. നമുക്കൊരു ലക്ഷ്യം വേണം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു PT സാറ് കുറേ സ്റ്റുഡൻസിനെ ഇങ്ങനെ ലൈനായിട്ട് നിർത്തിയിട്ട് അവർക്ക് അവരുടെ പോയിന്റ് കാണിച്ചു, അവരുടെ ടാർഗറ്റ് കാണിച്ചു. എല്ലാവരുടെയും ടാർഗറ്റ് സെയിം ആണ്, ലക്ഷ്യം, ദ ഫിനിഷിംഗ് പോയിന്റ് സെയിം. ഓക്കെ, പക്ഷെ അവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾ ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. എല്ലാ സൗകര്യങ്ങളും, ഫാദറും മദറും വീടും സാമ്പത്തികവും എല്ലാം സൗകര്യങ്ങളും ഉള്ള കുട്ടികളെ ഏറ്റവും മുൻനിരയിൽ നിർത്തി. ഓക്കെ, ലക്ഷ്യത്തിൻ്റെ കുറച്ച് പിന്നിലായിട്ട് സപ്പോസ് ദിസ് ഈസ് യുവർ ലക്ഷ്യ, ഫസ്റ്റ് നിൽക്കുന്ന ആളുകൾ ഈ ഒരു ലെവലിൽ വന്ന് നിർത്തി. ഇനി സൗകര്യം കുറഞ്ഞ ആളുകൾ, ചിലപ്പോൾ മദർ ഉണ്ടാവില്ല, ഫാദർ ഉണ്ടാവില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായി കാണില്ല, ചിലപ്പം അങ്ങനെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സൗകര്യങ്ങളും കുറവുള്ള ആളുകൾ അതിൻ്റെ പിൻനിരയിൽ ഇങ്ങനെ ബാക്കിലായിട്ടാണ് ഈ നിർത്തി. എന്നിട്ട് PT സാർ അവരോട് പറഞ്ഞ്, നിങ്ങളുടെ എല്ലാവരുടെയും ഫിനിഷിംഗ് പോയിന്റ് ഇസ് ദ സെയിം, ഇതിൻ്റെ ലക്ഷ്യം ഒന്നാണ്, പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ദൈർഘ്യം വ്യത്യാസമാണ്. എല്ലാ സൗകര്യമുള്ളവർക്ക് ഒരു മനസ്സുണ്ടായാൽ മതി ലക്ഷ്യത്തിലേക്ക് എത്താൻ. പക്ഷെ അതിന് പിന്നിലുള്ള ആളുകൾക്ക് ആ സാഹചര്യങ്ങളും കൂടെ ഉണ്ടാക്കി എടുത്തിട്ട് കൂടുതൽ ദേ ഹാവ് ടു പുട്ട് മോർ എഫേർട്ട്, അല്ലെ, കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് വേണം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ. ഇന്നിവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളവരും കറക്റ്റായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. നിങ്ങളൊരു തീരുമാനം എടുക്കുന്ന ജീവിതത്തിൽ ഒരു മാറ്റം വരണം. ഓക്കെ, അതിനുള്ള അറിവും അതിനുള്ളൊരു വേദിയുമുള്ള എല്ലാ സൗകര്യങ്ങളുള്ള നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായാൽ മതി. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുത്താൽ മതി. ദെൻ ദ തിങ്സ് ആർ ഈസി. നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ലക്ഷ്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ കംപ്ലീറ്റ് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും.
ഓക്കെ. അപ്പോൾ ആദ്യം നമ്മളൊരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ആ ലക്ഷ്യം നേടാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കണം. ആ മനസ്സിന് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ, എൻകറേജ്മെന്റ്, ഇൻസ്പിറേഷൻ ഇത് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതാണ് നിങ്ങൾക്ക് ട്രെയിനിങ് സെഷൻസിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. അപ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വരുന്ന 60,000 പരം തോട്ട് പ്രോസസ്സ് വരുമ്പോൾ ആ പോസിറ്റീവ് തോട്ട് പ്രോസസ്സിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പഠിക്കുക, നെഗറ്റീവ് തോട്ട് പ്രോസസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നതോടുകൂടി നമ്മൾ വിജയം കൈവരിക്കുന്നു. ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസസ് പറഞ്ഞുതരാം. പഞ്ചേന്ദ്രിയങ്ങൾ അറിയാം, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് അല്ലെ. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്ന എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ നിന്നുള്ള സിഗ്നൽസ് നമ്മുടെ ബോഡിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അല്ലാതെ ഒരു ഇൻഫർമേഷൻസും നമ്മുടെ മനസ്സിനോ ബുദ്ധിക്കോ കിട്ടുന്നില്ല. ഓൾ ദി ഇൻഫർമേഷൻസ്, എല്ലാ അറിവുകളും, എല്ലാ സിഗ്നൽസും ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കും ബുദ്ധിയിലേക്കും മനസ്സിലേക്കും പോകുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്താലാണ്. സോ മാസ്റ്റർ, നമ്മൾ കഴിക്കുന്ന ഫുഡ് തീരുമാനിക്കും നമ്മുടെ ഹെൽത്ത്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസ് തീരുമാനിക്കും വാട്ട് ഈസ് ദ ഔട്ട്പുട്ട്. ഓക്കെ. നല്ല ഇൻഫർമേഷൻസ് കൊടുത്താൽ യു വിൽ ഗെറ്റ് എ ഗുഡ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ഇൻഫർമേഷൻസാണ് നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നത്? ഫുൾ ടൈം ടി വിയിൽ ന്യൂസും ട്രാജഡീസും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇമ്പാക്റ്റ് അവർ തോട്ട് പ്രോസസ്. ഓക്കെ. നേരെ മറിച്ച് നിങ്ങൾ മോട്ടിവേഷണൽ ക്ലാസ്സസ് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള ക്ലാസ്സസ് കേൾക്കുന്നെങ്കിൽ ദാറ്റ് വിൽ ഇമ്പാക്റ്റ് യു. അപ്പോൾ എന്ത് മെസ്സേജാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ. കണ്ണുകളിലൂടെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അത് നമുക്ക് ഇൻഫോർമേറ്റീവ് ആണോ, ഇൻട്രസ്റ്റിംഗ് ആണോ, അത് നമുക്ക് ഗുണം ചെയ്യുമോ, ഇത്തരത്തിലുള്ള സിഗ്നൽസ് മാത്രമേ നമ്മളെ ബ്രെയിനിന് പാസ് ചെയ്യാവുള്ളൂ. സോ ദ ബ്രെയിൻ ക്യാൻ ടേക്ക് ദ റൈറ്റ് ഡെസിഷൻ. കറക്റ്റ് നല്ല തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് നല്ല ഔട്ട്പുട്ട്സ് തരാനും സാധിക്കും. ഓക്കെ. കംപ്ലൈൻറ്റ്, പരാതി പരിഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ യു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് അല്ലെ. ഇതെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഈസി. ഹാഫ് ആൻ അവർ ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞു, ഫൊർഗീവ്നെസ് കഴിഞ്ഞു. അപ്പോൾ ഉള്ളതിനോട് ഒരു മൂല്യം കാണിക്കുന്ന കൂടെയുള്ളവരുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇതൊന്നും കൾട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ബിക്കോസ് യു നോ ദിസ്, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാണ് ഡെയിലി. നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തിങ്കിങ്, ഓവർ തിങ്കിങ് പറയുമ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ് മാത്രമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ എൻ്റെ പേഷ്യൻസ്, ക്ലയൻസ് വരുന്ന സമയത്ത് ഐ യൂസ് ടു ഡ്രോ എ ബിഗ് സർക്കിൾ. ഞാൻ വലിയൊരു സർക്കിൾ വരച്ചിട്ട് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ബോധമനസ്സും ഉപബോധമനസ്സും. ഓക്കെ. ആ സർക്കിളിൻ്റെ മുകളിൽ ഞാനൊരു ലൈൻ വരക്കും. എന്നിട്ട് ക്ലയൻസ് പറയുന്ന ഓരോ ടോപ്പിക്സ്, ഓരോ പ്രശ്നങ്ങളും അവിടെ ഇങ്ങനെ ലൈൻ ഇട്ട് വെക്കും. ഇവർക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ് ലാസ്റ്റ് ഞാൻ അവരെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെഗറ്റീവ് സൈൻ. പോസിറ്റീവ് ഇസ് ലൈക്ക് ദിസ് ആൻഡ് നെഗറ്റീവ് ഇസ് ലൈക്ക് ദിസ് അല്ലേ. അവർ എന്നോട് ഒരു മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് ഹൺഡ്രഡ്സ് ഓഫ് നെഗറ്റീവ് തിങ്സ്. ഒരു പോസിറ്റീവ് തിങ്ക് പോലും പറയാനുണ്ടാവില്ല. കാരണം നമ്മൾ എഫക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്ലെസ്സിങ്സ് പോലും മറന്നു പോകും. നമ്മളെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയാൻ മറന്നു പോകും. സോ ദ മോർ യു കംപ്ലൈൻറ്റ്, ദ മോർ കംപ്ലൈൻറ്റ്സ് കം അപ്പോൺ us. നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ അതായിത്തീരും. നമ്മളെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് ഓറ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ചുറ്റും. ബട്ട് ഇൻസ്റ്റെഡ് വി ഷുഡ് ടോക്ക് അബൌട്ട് ദിസ് ബ്യൂട്ടിഫുൾ ഡേ. വി ആർ അലൈവ് ടുഡേ അല്ലേ. ഇന്ന് ജീവിച്ചിരിക്കാത്ത ആളുകളെ കുറിച്ച് ഈ ഒരു നിമിഷത്തിന് വേണ്ടി നമുക്ക് നന്ദി പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ഗ്രേറ്റ്ഫുൾ, വി ആർ ബ്ലെസ്ഡ്. ഇന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റുന്നെങ്കിൽ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്ലെസ്ഡ് തിങ്, ദ ബെസ്റ്റ് ഡേ ഇൻ അവർ ലൈഫ്. ഈ ഒരു നിമിഷം നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് തന്നെ, ആ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മൾ കൃതജ്ഞരായാൽ, ഇഫ് വി ക്യാൻ എംപ്രൈസ് ദ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദിസ് മൊമെന്റ്, അത് നമ്മൾ ശീലിച്ചാൽ മതി. കൃതജ്ഞത, എന്തിനും ഒരു മൂല്യം കണ്ടെത്താൻ നന്ദിയുള്ളവരായി തീരുക. ഓക്കെ. അപ്പോൾ ഈ പരാതി പരിഭവങ്ങൾ, നെഗറ്റീവ്സ് ഇങ്ങനെ എടുത്ത് പറയാതിരിക്കുക. എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് വരുന്ന സമയത്ത് നോട്ട് ഇറ്റ് ഡൗൺ എ പേപ്പർ. ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ, ഇല്ലെങ്കിൽ പുട്ട് എ റെഡ് ക്രോസ് മാർക്ക്. ഇതെനിക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതോടുകൂടി യുവർ മൈൻഡ് ഇസ് റെസിസ്റ്റിങ് ഇറ്റ്. ഓക്കെ. ജബ്രഷ് എന്ന് പറഞ്ഞൊരു ഒരു ടൂൾ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ലൈക്ക് ഒരു ജാഫർ സൂഫിയർ വാരിയർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് നിങ്ങൾ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റൂമിൻ്റെ ഡോർ അടിച്ച് കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ആ തോട്ട് പ്രോസസ്സ് നിങ്ങൾ ബേസ്റ്റ് ഔട്ട് ചെയ്യാം, തുറന്നു പറയാം. യു വിൽ ബിക്കം റിലാക്സ്ഡ് ആൻഡ് കാം. ഓക്കെ. അപ്പോൾ അനാവശ്യമായ തോട്ട് പ്രോസസ്സ് നമ്മൾ മനസ്സിൽ നിന്നും ഇല്ലാതാക്കാൻ ഒരുപാട് മൈൻഡ് എക്സസൈസസ് ഉണ്ട്. ഒന്ന് പേപ്പറിൽ നോട്ട് ചെയ്യുക, ഒന്ന് ഡോർ അടിച്ചിട്ട് നമ്മൾ സ്വയം അതങ്ങോട്ട് പറഞ്ഞ് ബേസ്റ്റ് ഔട്ട് ആവാം. പിന്നെ അത് നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ. പിന്നെ ഗിവ് പ്ലേസ് ഫോർ അതേഴ്സ്. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്തിടാൻ സാധിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോ തോട്ട് പ്രോസസ്സും നമ്മൾ അനലൈസ് ചെയ്യുക. വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെ, രോഗം വരുമോ എന്നുള്ള ചിന്ത,
ഓക്കെ, എക്സാം എഴുതുമ്പം തോക്കുമോ എന്നുള്ള ചിന്ത, ഫ്ലൈറ്റിൽ കയറാനുള്ള പേടി, എന്തെങ്കിലും കൈൻഡ് ഓഫ് അഡിക്ഷൻ, ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ തോട്ട്സ് ഇങ്ങനെ നമ്മൾ എഴുതി വെക്കുമ്പോൾ തന്നെ നമുക്കൊരു അവയർനെസ് വരും. നമ്മൾ അനലൈസ് ചെയ്യുക, ഇതൊക്കെ ആവശ്യമുള്ളതാണ്. ഓക്കെ, ഓർ ഈസ് ഇറ്റ് ഓക്കെ ടു ഹാവ് ദിസ് കൈൻഡ് ഓഫ് തോട്ട് എന്ന് നമ്മളൊന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചിന്തിക്കാം. ഓക്കെ, പിന്നെ മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞ എക്സസൈസ് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ ഇങ്ങനെ സർക്കിൾ ഇട്ട് വെച്ചിട്ട് നെഗറ്റീവ് പോസിറ്റീവായിട്ട് തിരിക്കുക, നമ്മൾ മനസ്സിൽ വരുന്ന തോട്ട് പ്രോസസ്സ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ യു ക്യാൻ സീ ഇത് ഡെയിലി ചെയ്യുന്ന സമയത്ത് ഈ നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണാം. ഓക്കെ, പിന്നെ അത് ടൈം ട്രാക്കിംഗ്, ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻ, ഫോർഗിവ്നെസ്, ഇതൊക്കെ നമ്മൾ മനസ്സിനെ ട്രെയിൻ ചെയ്യാം. മനസ്സിൻ്റെ വിശാലത കൂട്ടുന്ന സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള, സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും ആ നെഗറ്റിവിറ്റിയിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോവാതെ നമ്മുടെ എനർജി, നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ ക്യാപ്പബിലിറ്റീസ് നമ്മൾ ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, തോട്ട് പ്രോസസ്സിൻ്റെ സയൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറൽ പാത്വേ ആണ് അല്ലേ. നമ്മൾ എന്ത് മെസ്സേജ് ആണോ നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അമർഷോ തടസ്സമോ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ആ തോട്ട് പ്രോസസ്സ്. നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ചിന്തകളാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇപ്പോൾ വലിയ ഡിസ്കഷൻ, ലോകമെമ്പാടുമുള്ള ഗവേഷകർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൽഫ ജനറേഷനിലെ കുട്ടികളെ കുറിച്ചാണ്. ആൽഫ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? 2012 ശേഷം ജനിച്ച കുട്ടികൾ, അതായത് ഇപ്പോൾ 12 വയസ്സ് വരെയുള്ള കുട്ടികളിലെ മാറ്റങ്ങളെ കുറിച്ചാണ് ലോകമെമ്പാടുമുള്ള ഗവേഷകർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. നമ്മൾക്ക് ജീവിതം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെ യൗവനം, വാർദ്ധക്യം 5ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലെ ശൈശവം, ബാല്യം, ആദ്യത്തെ 12 വയസ്സ് വരെയുള്ള കുട്ടികളെക്കുറിച്ച് ലോകമെമ്പാടുള്ള ഗവേഷകർ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ ബ്രെയിനിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. എന്നായിരുന്നു ശൈശവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം നമ്മൾ നെഞ്ചിലേറ്റി പാല് കൊടുക്കുന്ന കുട്ടികളെ പൂർണ്ണ ഉത്തരവാദിത്വം 100% നമുക്ക് തന്നെയാണ്. ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും. അതിനുശേഷം അവർ ബാല്യത്തിലേക്ക് കടക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, 3-4 വയസ്സായ കുട്ടികളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികൾ എങ്ങനെയാണ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുക? എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ അങ്ങനെയാണല്ലോ പറഞ്ഞത്, എൻ്റെ അച്ഛൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. സോ വാട്ട് ഈസ് ഇൻഫ്ലുവൻസിങ്? അവർ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവരുടെ അച്ഛനമ്മമാരാണ്. സ്കൂളിൽ പോയി തുടങ്ങിയ കുട്ടി ഒരു വർക്ക് ബുക്ക് എഴുതുന്ന സമയത്ത് നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് അവരെന്താ നമ്മളടുത്ത് പറയുന്നത്? നോ, എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇതാ ശരിയെന്ന്. സോ അവർ ടീച്ചേഴ്സ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. 12 കഴിഞ്ഞ് അവർ കൗമാരത്തിലേക്ക് കിടക്കുമ്പോൾ അവരെ കൂട്ടുകെട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, നല്ല കൂട്ടുകെട്ടും ചീത്ത കൂട്ടുകെട്ടും. അപ്പോഴാണ് കൗമാരക്കാരെ അഡ്രസ്സ് ചെയ്യുന്ന വെല്ലുവിളികളെ കുറിച്ച് ആളുകൾ സംസാരിച്ചു തുടങ്ങുന്നത്. പക്ഷേ ഈ ആൽഫ ജനറേഷനിലെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പൂർണ്ണമായിട്ടും ശൈശവവും ബാല്യവും. 12 വയസ്സ് വരെയുള്ള കുട്ടികളെ പൂർണ്ണമായിട്ടും സ്വാധീനിക്കുന്നത് മാതാപിതാക്കളും അധ്യാപകരുമാണ്. ഈ മാതാപിതാക്കളും അധ്യാപകരും സ്വാധീനിക്കുന്ന ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഗവേഷകർ പഠിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് ഇതിലും ബിയോണ്ട്, ഇതിനപ്പുറം ഇവരെ സ്വാധീനിക്കുന്ന മറ്റെന്തോ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ദ ടെക്നോളജി. ഈ ടെക്നോളജി അവരെ മുന്നിലേക്ക് എത്തുന്നത് മൊബൈൽ ഫോണിൻ്റെയോ ടാബ്ലറ്റ്സിൻ്റെയോ ലാപ്ടോപ്സിൻ്റെയോ കാർട്ടൂൺസിൻ്റെ രൂപത്തിലായിരിക്കും. അപ്പോൾ സ്ക്രീൻ ടൈം കൂടുന്ന സമയത്ത് കുട്ടികളുടെ ബ്രെയിനിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുമ്പം അത്ഭുതങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. വൈ ദിസ് ഇസ് ഹാപ്പനിങ്? നമ്മുടെ പാരൻസിൻ്റെ നോട്ടക്കുറവ് കൊണ്ടല്ലേ. നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ശ്രദ്ധയും അറ്റൻഷനും പരിഗണനയും കൊടുക്കാൻ, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് അവരോട് സാധിക്കാത്തതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതേ ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിലും വരുന്നുണ്ട്. ഈ ജീവിത സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മളിലും ഉണ്ടാക്കുന്ന സമ്മർദ്ദം, ഈ സ്ട്രെസ്സ് കാരണം നമുക്ക് നമ്മുടെ പോസിറ്റിവിറ്റിയെ, തോട്ട് പ്രോസസ്സിനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഇവിടെ കൂടിയിട്ടുള്ളവർ തന്നെ ഇപ്പോൾ നമ്മൾ ആൽഫ ജനറേഷൻ പറഞ്ഞു അല്ലേ. നമുക്കറിയാം ഭൂമിയിൽ ശരാശരി ഒരു 8.1 ബില്യൺ ക്രോ പീപ്പിൾ, 800 കോടി ജനങ്ങളുണ്ട്. ഈ 800 കോടി ജനങ്ങളും പല കാലഘട്ടങ്ങളിലായിട്ടുള്ളവരാണ്. ഇവിടെ കൂടിയിരിക്കുന്നവർ മിക്കവാറും ഐ ഗെസ് ജനറേഷൻ എക്സ് എന്ന് പറയും, 26 വയസ്സിനും 43 വയസ്സിനുള്ള ഇടയ്ക്കുള്ള മില്ലീനിയൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലുള്ളവരാണ്. നമ്മൾ ഓരോ കാലഘട്ടത്തിലെയും ഇവൻറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്, ആ കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഈ ഒരു മില്ലേനിയൽസ് എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് സോഷ്യൽ മീഡിയ എക്സ്പ്ലോർഡ് ആവുന്നത്. PC, പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തം, ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തം, ലാപ്ടോപ്പിൻ്റെയും മൊബൈൽ ഫോണിൻ്റെ ഒക്കെ കണ്ടുപിടുത്തം. അപ്പോൾ ഈ ടെക്നോളജിയോടൊപ്പം കൂടെ നമ്മൾ വളർന്നത് കൊണ്ട് ആ സ്വഭാവ സവിശേഷതകൾ നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് സെഷൻസിന് നല്ല പാർട്ടിസിപ്പേഷൻ ഉള്ളത്. കാരണം നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, നമ്മൾ കൂടുതൽ എംബീഷ്യസ് ആണ്, നമുക്ക് ലക്ഷ്യമുണ്ട്, ടാർഗറ്റ് ഉണ്ട്, അങ്ങോട്ട് അച്ചീവ് ചെയ്യണം എന്ന്
തീവ്രമായ ത്വര നമ്മളെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് സെഷൻസിനും മെഡിറ്റേഷൻസിനും നമ്മൾ സമയം കണ്ടെത്തുന്നത്. കാരണം നമ്മൾ കൂടുതൽ സെൽഫ് സെൻറ്റേർഡായി, കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയി. നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, ലെറ്റ് us ടോക്ക് അബൌട്ട് ദ ബ്ലെസ്സിങ്സ് അല്ലേ. നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണ്, അംബീഷ്യസ് ആണ്, നമ്മൾ സെൽഫ് സെൻറ്റേർഡ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് എഫേർട്ട് എടുക്കാനും നമ്മൾ തയ്യാറാണ്. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ നിങ്ങൾ മെഡിറ്റേഷന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ പഴയ കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ ഒരു 77 to 110 110 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആളുകളെ ദ സൈലന്റ് ജനറേഷൻ എന്ന് പറയും. നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെയൊക്കെ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അവർ വളരെ ട്രഡീഷണൽ ആൻഡ് റിസർവ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു പരാതിയില്ല, ഒരു പരിഭവമല്ല, ഉള്ളതിനെല്ലാം മൂല്യം കാണുന്ന ആളുകൾ, എല്ലാത്തിനോടും കൃതജ്ഞത. നമ്മുടെയൊക്കെ ഗ്രാൻഡ് മദറിൻ്റെ കാലഘട്ടത്തിൽ അടുക്കളയിൽ വലിയ പത്തായത്തിലാണ് നെല്ലിരുന്നത്. ഈ നെല്ല് പുഴുങ്ങി അരിയായി, അരി കഴിഞ്ഞ് പിന്നെ അത് ചോറായി വരുന്നതിൻ്റെ ഒന്നും ഒരു പ്രഷറോ വിഷമോ ഒന്നും ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഫ്രണ്ടിൽ കണ്ടിട്ടില്ല. ഓൾവേസ് ഹാപ്പി. എപ്പോൾ കിച്ചണിൽ ചെന്നാലും നമുക്ക് കഴിക്കാനുള്ള ഫുഡ് റെഡിയായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ഡബിൾ ഹോസ് മട്ടർ റൈസ് വന്ന് നമ്മൾ പ്രഷർ കുക്കറിലിട്ട് 2 വിസിലടിച്ച് ചോറ് റെഡിയാവും. പക്ഷെ അതിൻ്റെ പ്രഷർ കുക്കറിനേക്കാളും വലിയ പ്രഷറാണ് നമുക്ക്, അല്ലേ? വൈ വി ആർ നോട്ട് പേഷ്യൻ്റ് ഇനഫ്. കാരണം നമുക്ക് സമയമില്ല. ലൈക്ക് വാട്സാപ്പിലെ ഒരു മെസ്സേജസ് നമുക്ക് 2x കേൾക്കാണ് കൂടുതൽ താല്പര്യം. ബിക്കോസ് വി ആർ നോട്ട് പേഷ്യൻ്റ് ഇനഫ്. നമുക്ക് സമയമില്ല, എല്ലാം ഫാസ്റ്റാണ്. ഈ ഒരു ജനറേഷൻ്റെ പ്രോബ്ലം അത്രേ ഉള്ളൂ. വി ആർ നോട്ട് പേഷ്യൻ്റ് ഇനഫ്. നമുക്ക് സമയമില്ല, നമുക്ക് ധൃതി കൂടുതലാണ്. പക്ഷേ ഉള്ളതിനോടൊരു മൂല്യം, വാല്യൂ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക, നന്ദി കാണിക്കാനും അതിനൊരു വാല്യൂ കൊടുക്കാനും നമ്മളും പ്രാക്ടീസ് ചെയ്യണം, നമ്മളെ മക്കളെയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. എങ്കിൽ ദ തിങ്സ് ആർ വെരി ഈസി. കാരണം സയൻസും ടെക്നോളജിയും വളരെ ഫേവറബിൾ ആണ് നമുക്ക്. അത് ഉപയോഗിക്കാൻ നമുക്കറിയണം. നമ്മൾ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും വി ഷുഡ് ഹാവ് എ പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് മോണിറ്റർ. നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, വാട്ട് ഈസ് ഇൻറ്റഗ്രിറ്റി? മറ്റൊരാളുടെ ആബ്സെൻസിൽ നമ്മൾ ശരിയാണോ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കുക നമ്മുടെ മക്കൾക്ക്. ഓക്കെ, സ്ക്രീൻ ടൈം കുറക്കണം, അതിൽ കാണരുത്, ഇത് കാണരുത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ മോണിറ്റർ ചെയ്യണം. മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ പ്രോപ്പർ ഗൈഡൻസ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? ആർ വി ഗിവിങ് ദ പ്രോപ്പർ മെസ്സേജ്? കറക്റ്റ് മെസ്സേജ് ആണോ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നതെന്ന് നമ്മൾ സ്വയം വിചിന്തനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കാലഘട്ടത്തിൻ്റെ ഇൻഫ്ലുവൻസും നമ്മളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും മനുഷ്യരായിട്ട് ജനിക്കുന്നു എന്നുണ്ടെങ്കിലും ഓരോ കാലഘട്ടത്തിലെ ആളുകളിലും അവരുടെ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാരമ്പര്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ജനറ്റിക്കൽ ഫീച്ചേഴ്സ് മാറി. ഇപ്പോൾ എൻ്റെ ഉമ്മാക്ക് കിട്ടിയ എക്സ്പോഷർ അല്ല എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ ഈ ടെക്നോളജി എറയിൽ ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ വി ഷുഡ് ബി പ്രിപ്പയർഡ്. നമ്മൾ ആ മാറ്റത്തിന് തയ്യാറായിരിക്കണം. ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പ്രോപ്പർ ഗൈഡൻസും മോണിറ്ററിങ്ങും നമ്മൾ കൊടുക്കണം. അത് തന്നെയാണ് അവരുടെ തോട്ട് പ്രോസസ്സിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സഫർ ചെയ്യുന്നതിലും കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നമ്മുടെ കുഞ്ഞുങ്ങൾ. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു കറക്റ്റ് അവർ സെൽഫ്. അപ്പോൾ ഓക്കെ, ഇനി ചിന്തകൾ 2 തരത്തിലാണ്. അറിയാം, പോസിറ്റീവാണ്, നെഗറ്റീവാണ്. പോസിറ്റീവ് എപ്പോഴും നമുക്ക് ഗുണം ചെയ്യുന്നതായിരിക്കാം. ഏതൊരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് അത് റിലേറ്റബിൾ ആണ്. അത് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. ദാമ്പത്യ പ്രശ്നങ്ങൾ അനുഭവിക്കാം, നമ്മളെ പാർട്ട്ണറുമായിട്ടൊരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് 2 കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് വൺ യു ക്യാൻ നോട്ട്. ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വൺ ഇസ് അണ്ടർ യുവർ കൺട്രോൾ, ഒന്ന് നമ്മുടെ കൺട്രോളിലല്ല. ഈ ഒരു റിയലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ തലയിടാൻ പോവില്ല. ദെൻ ദ പ്രോബ്ലംസ് ആർ സോൾവ്ഡ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെഷന്, ഇപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളുള്ള കപ്പിൾസ് വരുന്ന സമയത്തൊക്കെ പാർട്ട്ണറിനെ കുറ്റം പറയാനേ സമയം കാണുള്ളൂ. പാർട്ട്ണറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഇസ് സംതിങ് ദറ്റ് യു ക്യാൻ നോട്ട് കൺട്രോൾ എന്ന തിരിച്ചറിവിലൂടെ നമ്മൾ സ്വയം മാറാൻ സാധിക്കുക. യു ക്യാൻ ഇൻഫ്ലുവൻസ് ദം. നമ്മൾ കമ്പാഷനേറ്റ് ആവുക, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആവുക, നമ്മൾ എമ്പത്തറ്റിക് ആവുക. അവരുടെ പ്രോബ്ലം അവരുടെ ഫ്രെയിം വർക്കിലൂടെ നമ്മൾ കാണാൻ സാധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫ്രെയിം വർക്കിലൂടെ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. മാത്ത് എക്സാം നമുക്ക് ഈസി ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ ദം. അവരുടെ ഫ്രെയിം വർക്കിലൂടെ, അവരുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് അവരുടെ പ്രോബ്ലത്തെ വീക്ഷിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി. നമ്മൾ വലിയ മാസ്റ്റർ ആയിരിക്കും. ഇപ്പോൾ കുക്ക് ചെയ്യുകയാണെങ്കിലും പിള്ളേരെ പഠിപ്പിക്കുന്ന സമയത്തും. പക്ഷെ നമ്മുടെ ഒരു ആങ്കിളിലൂടെ, കുഞ്ഞുങ്ങളുടെ ആങ്കിളിലൂടെ അവരുടെ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യുക. നമ്മൾ ഹസ്ബൻഡിന് ഒരു പ്രോബ്ലം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് നമ്മളെ പാർട്ട്ണറിൻ്റെ ആങ്കിളിലൂടെ നമ്മളത് ഫ്രെയിം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ദ തിങ്സ് ആർ ബിക്കമിങ് മോർ ഈസിയർ. നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് തിങ്കിങ് ഇപ്പോൾ നമ്മൾ സ്വയം ലൈറ്റായിട്ട് എടുക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അറിയാം, നമുക്ക് സ്ട്രെസ്സും ആൻസൈറ്റി ഉണ്ടാവും. ഈ കോർട്ടിസോൾ സെക്രീറ്റ് ചെയ്ത് സെല്ലുലാർ ലെവലിൽ വരെ അത് എഫക്റ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ തടസ്സങ്ങളും ബ്ലോക്സും നമ്മളെ ലൈഫിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഓക്കെ, ഇനി ലെവൽ ഓഫ് ടൈപ്പ് ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ലെവലിൽ നിന്നുകൊണ്ടിട്ടാണ് നമ്മൾ ഓരോ
സന്ദർഭങ്ങളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ക്ലാസ് നിങ്ങൾ പലവരും പല സ്കെയിലാണ് അനലൈസ് ചെയ്യുക. കാരണം നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. പോസിറ്റിവിറ്റി ഉള്ളവർക്ക് പോസിറ്റീവ്നെസ് കാണാൻ പറ്റും, നെഗറ്റിവിറ്റി ഉള്ളവർക്ക് ഒരു വേസ്റ്റേജ് ഓഫ് ടൈം അങ്ങനെയുള്ള ഫീലിംഗ് വരും. സോ വി ഷുഡ് ബി പ്രിപ്പയർ. നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ആളുകൾ പല തോട്ട് പ്രോസസ്സിലൂടെയും പല സാഹചര്യങ്ങളിൽ നിന്നും പല സമ്മർദ്ദങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്. അപ്പോൾ ഏതൊരു ഇവൻറ്റ് എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവ് ഒരു അത്യാവശ്യ കാര്യത്തിന് പോവുകയാണെങ്കിലും അയാൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി പോകുന്നതാണ് നമുക്ക് പറയാം. അതർവൈസ് വി കൻ സേ അയാൾ ഭയങ്കര സിൻസിയർ ആണ്, ഈസ് ടേക്കിംഗ് ദ എഫേർട്ട്, അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള എഫേർട്ട് അവൻ എടുക്കുന്നുണ്ടല്ലോ. ഈ ഒരു 2 ആംഗിളിലൂടെയും നമുക്ക് തീരുമാനിക്കാം അക്കോർഡിംഗ് ടു ആ ലെവൽ ആ തോട്ട് പ്രോസസ്സ്. അപ്പോൾ എന്തിനും നമ്മളാണ് ഉത്തരവാദി. ഓക്കെ, ചുറ്റും നടക്കുന്നതിൻ്റെ പെർസെപ്ഷൻ നല്ലതാവണോ ചീത്തതാവണോ, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാം. ആ സമയത്ത് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ തീരുമാനിച്ച നിമിഷം നിങ്ങൾക്ക് ഒരു തീരുമാനമെടുത്തു, ഒരു മൈൻഡ് എംപവറിങ് മെഡിറ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഷാഫി ഇൻസ്പയർസ് എന്ന് പറഞ്ഞ അക്കാഡമി നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം തരുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ട മാറ്റം മൈൻഡ്ഫുൾനെസ് ആണ്. വാട്ട് ഇസ് ഇറ്റ്? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ 100% ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ കൈയടിക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കൈയടിക്കാം. നമ്മൾ 100% എഫേർട്ട് ഇട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ ഏത് കാര്യത്തിനും, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും ഭക്ഷണം കുക്ക് ചെയ്യുന്നതാണെങ്കിലും നമ്മളെ ഫ്രണ്ട്സിനോട് നമ്മൾ സംസാരിക്കും, എന്ത് ചെയ്യുകയാണെങ്കിലും അവിടെ ഒരു 100% പെർഫെക്ഷൻ കൊണ്ടുവരാനുള്ള എഫേർട്ടോ സിൻസിയറിറ്റിയോ നമ്മൾ കാണിക്കുമ്പോൾ അത് ക്വാളിറ്റി ഉള്ളതാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി പ്രിപ്പയർ ടു ഡു ദ മൈൻഡ് എക്സസൈസ് ചെയ്യാനും മൈൻഡ് മാപ്പിംഗ് ചെയ്യാനും തയ്യാറാവണം. ഈ നെഗറ്റിവിറ്റിയെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കണം. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് തോട്ട്സ് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ആ തോട്ട്സിനെ എങ്ങനെ ഹാർനസ് ചെയ്യാമെന്നുള്ളതാണ്. പോളിഷ് ചെയ്തെടുക്കാനുള്ള മെത്തേഡ്സ് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ചെയ്തു. മെഡിറ്റേഷന് ശേഷം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇതെനിക്ക് വളരെ ഈസി ആയിട്ട് പറയാം, അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരിക, സിൻസിയറിറ്റി, കമ്മിറ്റ്മെൻറ്റ്, 100% പെർഫെക്ഷൻ കൊണ്ടുവരിക. ഓക്കെ, ചുറ്റുമുള്ളവരെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്ന ബ്ലോക്സും തടസ്സങ്ങളും അത് മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലമായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തി സാഹചര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡോണ്ട് ബോദർ. നിങ്ങളെ മൈൻഡിലേക്ക് വരാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 100% പെർഫെക്റ്റ് ആണോ, സിൻസിയറിറ്റി ഉണ്ടോ, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ, ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഡൺ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്കറിയാം. നെഗറ്റീവ് തോട്ട്സിന് ചാലഞ്ച് ചെയ്യുക, എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് അറിയാം. വിഷ്വലൈസേഷൻ പ്രാക്ടീസ്, നമുക്ക് നേടാനുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ അവബോധം ഉണ്ടെങ്കിൽ, ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എനർജിയും പൊട്ടൻഷ്യലും എങ്ങനെ ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. ദിസ് ഈസ് ഹൗ യു ക്യാൻ ഡയറക്റ്റ് യുവർ തോട്ട് പ്രോസസ്. ഓക്കെ, ഇനി ഈ സെഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ മാം. പറയൂ. ഫസ്റ്റ് ആയിട്ട് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ മാം. മാം, ഈ സെഷനുമായി ബന്ധപ്പെട്ടാന്ന് അറിയില്ല, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതിലേക്കുള്ള ഒരു യാത്രയിലാണ്. വളരെയധികം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് ഇടക്ക് 1-2 ദിവസം വളരെ ഡൗൺ ആയി പോകും. നമ്മള് ഒന്നും ചെയ്യാൻ പറ്റാതെ വളരെ മടി പിടിച്ചിട്ട് വളരെ വലിയ ലക്ഷ്യത്തിൽ മുന്നേറുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് കുറെ ഡ്യൂട്ടീസ് ചെയ്യാനുണ്ട്. പെട്ടെന്ന് മൈൻഡും ഫിസിക്കലി ടോട്ടൽ ഡൗൺ ആയി പോവുക. എന്തുകൊണ്ടാന്ന് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാം, പക്ഷെ പ്രത്യക്ഷത്തിലൊരു കാരണമില്ല. അങ്ങനെ വല്ലാതെ ഡൗൺ ആവുമ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ അവിടെ കിടക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അത് ചിലപ്പം നാച്ചുറലായിട്ട് വരുന്നതാവും. വളരെ നാച്ചുറലാണ്. ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ സാച്ചുറേറ്റഡ് ആവാം, ഫ്രസ്ട്രേറ്റഡ് ആവാം, ഇതൊക്കെ ഇറ്റ്സ് ഓക്കെ. കാരണം ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. നമ്മളൊരു മെഷീൻ, ഇപ്പോൾ ഒരു കാറ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർവീസിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അറ്റ് ദ സെയിം ടൈം നമുക്കും ഒരു സർവീസ് ആവശ്യമാണ്. ഓക്കെ, ഒരു ബ്രേക്ക് ആവശ്യമാണ്, ആൻഡ് ഇറ്റ്സ് ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉള്ള അറിവുണ്ട്, യു ഹാവ് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ടാർഗറ്റ് ഉണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകളാണ്. ഇടയ്ക്ക് നമ്മൾ ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ അതൊരു എനർജി ലെവൽ ഡൗൺ ആണ്. ഓക്കെ, ആ എനർജിയെ പുറത്തു കൊണ്ടുവരണം. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നമ്മൾ ഡൗൺ ആയി എന്ന് ഓർത്ത് ഡോണ്ട് വറി, ടേക്ക് റെസ്റ്റ്. ഓക്കെ, പൂർവാധിക ശക്തിയോടുകൂടി നമുക്ക് തിരിച്ചു വരാനും ലൈക്ക് ഒരു ദിവസം നമുക്ക് മെഡിറ്റേഷൻ മിസ്സായതുകൊണ്ടോ, ഒരു ദിവസം ഫുഡ് മിസ്സായതുകൊണ്ടോ, ഒരു ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലോ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഒന്നും സംഭവിക്കുന്നില്ല. ആ ഒരു റിയലൈസേഷൻ നമ്മൾ തിരിച്ച് മനസ്സിന് കൊടുത്താൽ മതി. ഇറ്റ്സ് ഓക്കെ ടു ടേക്ക് എ ബ്രേക്ക്.
എനിക്കൊരു റെസ്റ്റ് ആവശ്യമാണ്, ഞാൻ സാച്ചുറേറ്റഡ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, മേ ബി നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തു പോകാനായിരിക്കും, ചിലപ്പം അമ്മയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ പിള്ളേരുടെ കൂടെ പുറത്തു പോയി ഫുഡ് കഴിക്കണം. ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുക, ടേക്ക് എ ബ്രേക്ക്, യു വിൽ റിട്ടേൺ. അത് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ബ്രേക്ക് എടുക്കണം, നമ്മൾ സാച്ചുറേറ്റഡ് ആണെന്ന് തോന്നുമ്പം യു ക്യാൻ ഹാവ് എ ബ്രേക്ക്. നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എൻജോയ് ചെയ്ത് ചെയ്യുക, നമ്മൾ തിരിച്ച് നമ്മളെ ലക്ഷ്യത്തിലേക്ക് വരാം. ഓക്കെ, എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അതായത് ഞാൻ ഈ ഷാഫി ഇൻസ്പയർസുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയത്, കാരണം നിങ്ങൾക്കത് റിലേറ്റബിൾ ആണ് ഓരോ സാഹചര്യങ്ങളും, അല്ലേ? അതായത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം, അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾ ചലഞ്ചസ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു വൈബ്രേഷനിൽ ഈ ഫ്രീക്വൻസി ഷാഫി ഇൻസ്പയർസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലേക്ക് വൈബ്രേറ്റ് ചെയ്തതുകൊണ്ടാവാം ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ആക്ച്വലി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഷാഫി സാറിൻ്റെ ഒരു ആഡ് കണ്ടിട്ടാണ് ആക്ച്വലി ഐ ഗോട്ട് കണക്റ്റഡ് വിത്ത് ദിസ് പ്ലാറ്റ്ഫോം. അതായത് സാർ ഇങ്ങനെ ഒരു ട്രെയിനർ ആവാനോ കൗൺസിലർ ആവാനോ ആഗ്രഹമുള്ള ഒരാൾ. ഇപ്പം ഞാൻ സൗദിയിൽ റിയാദിൽ വർക്ക് ചെയ്യണം, എനിക്ക് ആംപിൾ ലിഷർ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, എനിക്ക് നാട്ടിലെ ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ CV അയക്കുന്നതും. ആ CV കണ്ട് സാർ എന്നെ വിളിക്കുന്ന സമയത്ത് സാർ എന്നോട് ചോദിച്ചു, വാട്ട്സ് യുവർ ഡ്രീം? സത്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഡ്രീം ഉണ്ടായിരുന്നു. പഠനം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രീം എന്ന് പറഞ്ഞത് ജോലി എന്നുള്ളതായിരുന്നു. ജോലി കിട്ടുന്നു, ശമ്പളം കിട്ടുന്നു, ആ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ ജീവിച്ചു പോകുന്നു. പിന്നെ ഒരു ലിഷർ ടൈം വന്നപ്പോൾ എനിക്ക് ഹെൽത്ത് സെക്ടറിൽ നമ്മുടെ ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ആ ഒരു ഫീൽ എനിക്ക് വന്നു. ഐ ഹാവ് ലിഷർ ടൈം, ഐ ക്യാൻ ഡൂ സംതിങ് എന്നൊരു ഫീൽ വന്നപ്പോഴാണ് സാറിൻ്റെ ഒരു ക്ലാസ്സും അല്ല, സാറിൻ്റെ ഈ ആഡാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. അതിനുശേഷം ഷെയർ ചെയ്തതിന് ശേഷമാണ് സാറിൻ്റെ പ്രൊഫൈലിൽ പോയി സാറിൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പം നമ്മൾക്ക് എന്താണോ ആവശ്യം, ആ ഒരു എനർജി ലെവലിൽ ആ സെയിം ഫ്രീക്വൻസി ഗോട്ട് വൈബ്രേറ്റഡ് ടു ദാറ്റ് അഡ്വർടൈസ്മെൻറ്റ്, സാറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. അത് പ്രപഞ്ചത്തിലുള്ളതാണ്, ആ കണക്ഷൻ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് എനർജി ലെവൽ. ഓക്കെ, അങ്ങനെ സാർ എൻ്റെ ഡ്രീം ചോദിക്കുന്ന സമയത്ത് ഞാനൊന്ന് സ്റ്റക്കായി പോയി. കാരണം പഠിക്കുന്ന കാലത്ത് കോളേജിൽ ചിന്തിച്ചതാണ് എൻ്റെ ഡ്രീമിനെ കുറിച്ച്, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആവണം, അങ്ങനെ അല്ലാതെ ഇപ്പോൾ പുതുതായി ഒരു ഡ്രീമൊന്നും ഇല്ല. ഉള്ള ജോലിയിൽ ഇങ്ങനെ കംഫർട്ട് സോണിൽ ഇങ്ങനെ സമാധാനപരമായിട്ട് ജീവിക്കണം എന്നൊരു ആശയത്തിൽ നിൽക്കുമ്പോൾ സാർ എന്നോട് വാട്ട്സ് യുവർ ഡ്രീം ചോദിച്ചപ്പോൾ ആക്ച്വലി എൻ്റെ കണ്ണിങ്ങനെ മുകളിലോട്ട് പോയി. വാട്ട്സ് മൈ ഡ്രീം? ഇനി എനിക്കൊരു ഡ്രീമിന് സമയമുണ്ടോ എന്ന രീതിയിൽ. അപ്പോൾ ഞാൻ എൻ്റെ വിഷൻ ബോർഡിലേക്കാണ് എൻ്റെ കണ്ണ് പോയത്. കാരണം എനിക്ക് ചിന്തിക്കാൻ പോലും ഇറ്റ് വാസ് എ ലൈവ് 1-to-1 ടോക്ക്, ചിന്തിക്കാൻ സമയമില്ല. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡ്രീം എന്ന് പറയുമ്പോൾ എൻ്റെ വിഷൻ ബോർഡിൽ ഞാൻ എഴുതിയത് ഐ നീഡ് ടു ഗെറ്റ് ഇൻ ടു എ യൂണിവേഴ്സിറ്റി. പക്ഷേ ഞാൻ ഒരുപാട് ലിഷർ ടൈം, 1 സെക്കൻഡ്, എനിക്ക് സ്ക്രീന് ഷെയർ ചെയ്യുന്നത്, ലിഷർ ടൈം ഉള്ളതുകൊണ്ട് സാറിനെ അപ്ലൈ ചെയ്യുന്നു. അതിൽ സാറുമായിട്ട് കമ്മിറ്റ് ചെയ്തൊരു ടോക്കിന് പോലും എനിക്ക് സമയം ഉണ്ടായില്ല. ലാസ്റ്റ് ഹോൾ വീക്ക് ഐ വാസ് ബിസി വിത്ത് ഗിവിങ് ട്രെയിനിങ് സെഷൻസ്. അപ്പോൾ നമ്മൾ ലൈക്ക് ലിഷർ ടൈം ഉണ്ടെന്ന് പറയുകയും സാറിനെ അപ്രോച്ച് ചെയ്യുന്നതോടുകൂടി ഐ കമ്മിറ്റഡ് മെനി ടോക്സ് എന്നാണ് എനിക്ക് പറയാൻ വന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് ഇവിടെയുള്ള കാണുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ വിഷൻ ബോർഡിൽ ഞാൻ എഴുതിയിട്ടുള്ളത് ഐ നീഡ് ടു ഗെറ്റ് ഇൻ ടു യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഇസ് പ്രിൻസസ് നൂറ ബിൻത്ത് അബ്ദുറഹ്മാൻ യൂണിവേഴ്സിറ്റി. ഇവരുടെ ട്രെയിനിങ് വർക്ക്ഷോപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി. ഇതെൻ്റെ പേഴ്സണൽ ജിമെയിൽ അക്കൗണ്ടാണ്. യു ക്യാൻ സി ELI, ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഡിയർ ഡോക്ടർ സബിത, the head of training and development university at ELI, PNU എന്ന് പറഞ്ഞാൽ പ്രിൻസസ് നൂറ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഐ ഫെൽ സോ ഹാപ്പി. ഇത് നടക്കേണ്ട സമയമായപ്പോൾ നടന്നതായിരിക്കാം, പക്ഷേ ഇത് ഒരു മാസം പോലും ആയിട്ടില്ല ഞാൻ സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. കാരണം ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ പലപ്പോഴും ആയിട്ട് ഒരു 5 വർഷം മുന്നേ ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എനിക്ക് എൻ്റെ CV കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. PhD ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ആക്സസ് ഉണ്ടായില്ല. പക്ഷേ ലാസ്റ്റ് സാറ്റർഡേ എനിക്കൊരു ക്ലാസ് എടുക്കാനുള്ള ഒരു സാഹചര്യം, ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കിട്ടി. ആ ക്ലാസ്സിൽ PNUവിൽ പ്രിൻസസ് നൂറ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ഷി വാസ് ലൈക്ക് വെരി ഓവർവെൽഡ് അബൌട്ട് മൈ പ്രസൻറ്റേഷൻ. അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പറയും. ദേ കോൾ മീ ഫേസ് ടു ഫേസ്, ഗേവ് മൈ CV, ഗേവ് ആൻ ഇൻ്റർവ്യൂ ആൻഡ് ഐ ഗോട്ട് ആൻ ഇൻവിറ്റേഷൻ ടു ദ ട്രെയിനിങ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ്. ബിക്കോസ് റിയാദിൽ റിയാദിലല്ല, ദ വേൾഡ് ലീഡിങ് only women university in this world എന്ന് വേണമെങ്കിൽ പറയാം. The first leading university for women in the world. അപ്പോൾ ഈ പ്രിൻസസ് നൂറ യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽ സോ ഹാപ്പി.
കാരണം ഡ്രീം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് പോലും പറയാൻ അറിയാതെ എൻ്റെ വിഷൻ ബോർഡിലേക്ക് പോയത് ഐ ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് എൻ എൻട്രി ഇൻ ടു യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. ഇതെനിക്ക് മിനിഞ്ഞാന്ന് വന്ന മെയിലാട്ടോ. ഐ ഫെൽ സോ ഹാപ്പി. ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വിഷൻ ബോർഡിലുള്ള സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാനും പിന്നെ ഈ തോട്ട് പ്രോസസ്സിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സാറ് പ്രൊമോട്ട് ചെയ്യുന്നത് EFT ആണ്. സാറ് പ്രൊമോട്ട് ചെയ്യുന്നത് EFT എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അതായത് നമ്മുടെ ഇമോഷൻസിൽ നിന്നുമാണ് നമുക്ക് തോട്ട് പ്രോസസ്സസ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് തോട്ട് പ്രോസസ്സാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ. ഓക്കെ, അപ്പോൾ ഈ ഇമോഷൻസ് ലെവലിൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് തെറാപ്പീസ് അതായത് ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് മോർ ക്ലോസർ ടു യുവർ ടാർഗറ്റ്. നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് കൂടുതൽ എളുപ്പമാവും. കാരണം യു അട്രാക്ട്സ്. നമ്മൾ ഒരു ഗാർഡനിൽ ചെന്ന് കഴിയുമ്പം നമുക്ക് കാണാം പൂക്കളെ ചുറ്റും ബട്ടർഫ്ലൈസ് ആണ്. പക്ഷെ ഒരു ഓടയിലേക്കോ കച്ചറയിലേക്കോ പോയി കിടുമ്പോൾ അവിടെ വേസ്റ്റ്, അവിടെ ഈച്ചയും പുഴുക്കളും ആയിരിക്കും അല്ലേ. സോ ദ ലൈക്ക് അട്രാക്ട്സ് ദ ലൈക്ക്. ഓക്കെ, ബട്ടർഫ്ലൈസ് അട്രാക്ട് ചെയ്യുന്നത് ഫ്ലവേഴ്സിനെ ആയിരിക്കും. ചപ്പും ചവറും അട്രാക്ട് ചെയ്യുന്നത് പുഴു, വേംസ്, അതുപോലെ ഈച്ച അങ്ങനെയുള്ളതായിരിക്കും. സോ ലെറ്റ് us മേക്ക് അവർ ലൈക്ക് ഇമോഷണൽ ലെവലിൽ തന്നെ നമ്മൾ ഡിറ്റാച്ച് ചെയ്ത് നമ്മൾ പോസിറ്റീവായിട്ട് ബേസ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ എല്ലാ തടസ്സങ്ങളും ക്ലിയർ ചെയ്യും. ആൻഡ് ഐ തിങ്ക് EFT ലൈഫ് മാസ്റ്ററി കോഴ്സ് സ്റ്റാർട്ടിങ് ഓൺ 23rd of this. അപ്പോൾ ഇമോഷണൽ ലെവലിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓക്കെ, എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും? ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ ഒരു അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സൂപ്പർ ക്ലാസ്. താങ്ക് യു മാം. താങ്ക് യു Thank മാം. you. സൂപ്പർ Thank you. അടിപൊളി ക്ലാസ്. താങ്ക് യു. അപ്പോൾ എല്ലാവരുടെ ജീവിത സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ ദൈവതമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സി യു ഓൾ നെക്സ്റ്റ് ടൈം. മാമിന്റെ ഇതുപോലുള്ള നല്ല ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാ. Thank you, ma'am. Very motivating class. താങ്ക് യു.